നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നമ്മൾ കഴിഞ്ഞ പ്രഭാഷണം നിർത്തുമ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ബഹുദൂരം മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ആ നിർത്തിയ സ്ഥലം വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. ചുരുക്കി പറഞ്ഞിട്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പോയിരുന്നത്. ചതുശ്ലോകി ഭാഗവതം. ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞതിന് ശേഷം ബാക്കി ഇത്രയും നേരം ആചാര്യൻ വായിച്ച് നിർത്തിയത് ഹിരണ്യാക്ഷവധം വരെയുള്ള ഈ ഭാഗത്തെ 1 മണിക്കൂർ കൊണ്ട് 5:45 6:45 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. 6:45 വരെയുള്ള സമയത്തിനുള്ളിൽ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ സ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിലാണ് നമുക്ക് ചതുശ്ലോകി വരുന്നത്. ഭഗവാൻ സൃഷ്ടിക്ക് സമയം ആയ സമയത്ത് ബ്രഹ്മാവ് ഭഗവാന്റെ നാഭീകമലത്തുനിന്ന് ഉറവുണ്ടായി അദ്ദേഹം അതിൽ ജനിച്ചു വീണു. പ്രപഞ്ചത്തിൽ ആദ്യത്തെ ഗർഭപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് താമരയാണ്, പത്മാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ട. ആദ്യം ഉണ്ടായ അവയവം തന്നെ പറയാം, പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളത് അംഗം താമരയാണ്. നമ്മൾ സാധാരണ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന താമരയെ ആയുധമായിട്ട് തന്നെയാണ് സങ്കല്പിക്കാറ്. നമ്മൾ ശംഖായ നമഃ, ചക്രായ നമഃ, പത്മായ നമഃ, പത്മത്തിനും ആയുധമായിട്ട് തന്നെയാണ് പറയാറ്. പക്ഷേ അതിനൊരു പ്രാധാന്യമുണ്ട്. ആദ്യത്തെ പ്രപഞ്ചത്തിൻ്റെ ഫസ്റ്റ് പ്രൈമോഡിയൽ ബൂമ്പാണ് ശരിക്കും, ഗർഭപാത്രമാണ്. അതിലാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് ജനിച്ചതിന് ശേഷം താൻ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ ചിന്തിച്ച് നോക്കിയപ്പോൾ ബ്രഹ്മാവിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്ത ശബ്ദം കേട്ടതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ പർപ്പസ്, താൻ എന്തിന് ജനിച്ചു എന്നൊരാൾ തിരിച്ചറിയുന്ന നിമിഷമാണ് അയാളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അയാൾക്ക് മനസ്സിലാവുക. പർപ്പസ് അറിഞ്ഞാലാണ് എയിം മനസ്സിലാവുള്ളൂ, ഗോൾ മനസ്സിലാവുള്ളൂ. സൃഷ്ടിയാണ് തൻ്റെ ലക്ഷ്യം, താൻ അതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലായപ്പോൾ ബ്രഹ്മദേവൻ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം എന്ത് സൃഷ്ടിക്കും? അദ്ദേഹം ജനിക്കുന്ന സമയത്ത് ഇന്നതുപോലെ എന്ന് പറയാൻ എന്താ ഉണ്ടായിരുന്നത്? ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കണം, ഒരു മൃഗം എങ്ങനെ ഇരിക്കണം, ഒരു പക്ഷി എങ്ങനെ ഇരിക്കണം, ഇതൊന്നും അറിയില്ല. സൃഷ്ടിക്ക് ആദ്യം വേണ്ടത് ആശയമാണ്. ആശയങ്ങളുണ്ടെങ്കിലേ സൃഷ്ടി ഉണ്ടാവുള്ളൂ, അല്ലേ? ക്രിയേഷന് ഏറ്റവും വേണ്ടത് എന്താ? ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റിക്ക് ഐഡിയാസ് വേണം. ഐഡിയാസ് ഇല്ലെങ്കിൽ നടക്കില്ല. ഭാഗവതത്തിൽ പറയാത്തൊരു ചെറിയൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ട് വേണം ഇതിലേക്ക് കയറാൻ. ക്രിയേഷൻ ബ്രഹ്മാവാണ്, അഥവാ ക്രിയേറ്റിവിറ്റിയുടെ ഫോഴ്സ് ബ്രഹ്മാവാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഐഡിയാസിൻ്റെ ഒഴുക്ക്, ഒറ്റ ഐഡിയ മാത്രമായി കഴിഞ്ഞാൽ ക്രിയേഷൻ നന്നാവില്ല. ഒരു ഐഡിയ വരണം, അതിനെ മോഡിഫൈ ചെയ്യണം, അതിൽ നിന്ന് അടുത്ത ഐഡിയ വരണം, കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് കാലഹരണപ്പെടും, അപ്പോൾ പുതിയ ഐഡിയ ഉണ്ടാക്കണം. ഈ ഐഡിയയുടെ അനുസ്യൂതമായിട്ടുള്ള ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് സരസ്വതി. അപ്പോൾ എപ്പോഴും ക്രിയേറ്റിവിറ്റിയും ഐഡിയയും ചേർന്ന്. അതുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് ഐഡിയ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഐഡിയയാണ് ക്രിയേറ്റിവിറ്റിയെ ഫ്യൂൽ ചെയ്യണ ശക്തിയും. അതുകൊണ്ടാണ് ഒരേ സമയം മകളും ഭാര്യയായിട്ട് പറയണത്. ഒരേ സമയം പുത്രിയാണ് ശക്തിയാണ്. നമ്മളതിനെ വളരെ മോശമായിട്ടൊക്കെ പറയും, പുരാണത്തിനെ വിമർശിക്കണവർ. പക്ഷേ ആരും ഇതിൻ്റെ തത്വാർത്ഥം ചിന്തിക്കാറ്. സരസ്വതി എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഐഡിയാസ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം, വേറെ ഒന്നുമല്ല. സിമ്പിളായിട്ടുള്ള യാസ്കൻ്റെ നിരുക്ത പ്രകാരം വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന അർത്ഥം. അപ്പോൾ ഇത് മനസ്സിലാക്കണം. എന്താണെങ്കിലും ആദ്യം ഇറങ്ങി പുറപ്പെടുമ്പോൾ സൃഷ്ടിയുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നറിയാണ്ട്, എന്താ സൃഷ്ടിക്കണ്ടേ, അതിൻ്റെ സ്വരൂപം എന്ത് എന്നറിയാതെ ബ്രഹ്മാവ് കുഴങ്ങിപ്പോയിട്ട് അദ്ദേഹം ഇങ്ങനെ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മളാണെങ്കിലും ചിലപ്പോൾ ഒരു വഴിയും കിട്ടാതാവുമ്പോൾ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കില്ലേ? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ താമരയിലാണല്ലോ ഇരിക്കണത്, ഇതിൻ്റെ ചുറ്റും ജലമാണ്. അപ്പോൾ അവിടുന്ന് ജലം തന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി. ഈ വെള്ളം ഇങ്ങനെ ഇളകുമ്പോൾ ഇരുട്ടത്ത് തപ്പ അങ്ങനെയാണ് ശബ്ദം കേൾക്കുക. തപ 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 തപസ് എന്ന് പറഞ്ഞിട്ട് തോന്നി. ജലത്തിൻ്റെ ശബ്ദം. നമ്മൾ നല്ലൊരു തടാകത്തിൻ്റെ ഒക്കെ അടുത്ത്, ഇപ്പോൾ ഒരു റിസർവോയറിൻ്റെ ഒക്കെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ശരിക്ക് ഒരു ലേക്ക് സൈഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ശബ്ദം കേൾക്കാൻ പറ്റും. ഈ തപ നമ്മളോട് ഇത് പറയണത് കേൾക്കാൻ പറ്റും. അപ്പോൾ ആരുടെയാണ് ഈ ശബ്ദം എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം കുറേ നോക്കി. ആരാ പറയണേ ഈ തപ കിട്ടിയില്ല. അപ്പോൾ തപസ് ചെയ്യാൻ ആരോ ആജ്ഞാപിച്ചു എന്ന് മനസ്സിലായി. അദ്ദേഹം ആ കമലത്തിൽ തന്നെ ഇരുന്ന് വളരെ ഏകാഗ്രതയോട് കൂടിയിട്ട് 1000 ദിവ്യസംവത്സരങ്ങളാണ് തപസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. തപസ്സുകൊണ്ട് പ്രസന്നനായിട്ടുള്ള ഭഗവാൻ
ഗുരുവായൂരപ്പൻ ലോകങ്ങളിൽ വെച്ചിട്ടും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തൻ്റെ വൈകുണ്ഠത്തിനെ കാണിച്ചു കൊടുത്തു. ഈ കാണിച്ചു കൊടുക്കുന്നതിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ വൈകുണ്ഠം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതൊരു കുറേ കൊട്ടാരങ്ങളുള്ള പാൽക്കടലുള്ള അങ്ങനെയുള്ള ഒരു സ്ഥലമൊന്നുമല്ല. അത് ഒരവസ്ഥയാണ്. അവിടെ രജസ്സും തമസ്സും ഗുണങ്ങളേ ഇല്ല, അതിൻ്റെ കലർപ്പുള്ള സത്വഗുണവും ഇല്ല, ശുദ്ധ സത്വമായിട്ടുള്ളൊരവസ്ഥ. അങ്ങനെ ആ ശക്തി എന്താ പറയുക, കാമത്തിൻ്റെ ശക്തി, നമ്മളെ മായയിലേക്ക് പിടിച്ചു വലിക്കുന്ന ശക്തിയാണ് കാമത്തിൻ്റെ ശക്തി. ആ കാമത്തിൻ്റെ ശക്തിയുടെ ഒരു അംശം പോലും അവിടെ കാണാൻ സാധിച്ചില്ല. മായ തൊട്ട് തീണ്ടിയിട്ടില്ല. അങ്ങനൊരവസ്ഥയാണ് വിഗുണ്ഠത, സംശയങ്ങളൊക്കെ അടങ്ങിയ അവസ്ഥ. ആ വൈകുണ്ഠത കാണിച്ചു കൊടുത്തു. അപ്പോൾ മനസ്സിലായി, ഓ എൻ്റെ നാഥനായിട്ടുള്ള ഏതൊരു വസ്തുവാണുള്ള അതിൻ്റെ നിർവികാരമായിട്ടുള്ള രൂപം, ഗുണങ്ങളില്ലാത്ത നിർഗുണമായിട്ടുള്ള നിരാകാരമായിട്ടുള്ള രൂപം ഈ വൈകുണ്ഠാവസ്ഥയാണെന്ന് ബ്രഹ്മാവിന് ആദ്യം മനസ്സിലായി. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതിൽ രൂപമെടുക്കാനുള്ള ശക്തികളിരിക്കുന്നുണ്ട്. അത് എണ്ണി നോക്കി, അയ്യോ ഒന്നിലധികം ഉണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, ലക്ഷങ്ങളല്ല, കോടികളല്ല, രൂപങ്ങളെടുക്കാനുള്ള അനവധി സാധ്യതകൾ അതിൻ്റെ അകത്ത് കണ്ടു. അനന്ത ശക്തികൾ കണ്ടു. ഈ അനന്ത ശക്തികൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ അനന്തൻ്റെ ശയ്യയിൽ കിടക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള അനന്ത ശക്തികളും ഈ നിരാകാര ബ്രഹ്മത്തിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇതെടുത്തിട്ടാണ് ആവശ്യാനുസരണം പിന്നെ പ്രയോഗിക്കുന്നത് പ്രപഞ്ചത്തിലേക്ക്. 5 തത്വങ്ങളെ കൊണ്ടാണ് നമ്മൾ ശരിക്ക് ഏതൊരു ചേതന വസ്തുവിലും കാണുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം, നാമം, രൂപം. ഇതിൽ നാമം, ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ രൂപം കൃഷ്ണനായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്തെടുത്താൽ ആദ്യം അദ്ദേഹത്തിന് ആ രൂപത്തിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ പേരെന്താ? കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താ? സത്ത് ചിത്ത് ആനന്ദം ചേർന്ന സച്ചിദാനന്ദ ഭാവമാണ്. ഈ രൂപം എങ്ങനെ ഉണ്ടായി? ദേവകി പ്രസവിച്ചിട്ടുണ്ടായി. ആ രൂപം നശിച്ചോ? നശിച്ചു. നാമം നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇനി നാളൊരു കാലത്ത് ഭൂമി മുഴുവൻ അലിഞ്ഞു പോയി, കൃഷ്ണൻ്റെ നാമം ആർക്കും ഓർമ്മയില്ല, ആൾക്കാരും ഇല്ല, അത് പറഞ്ഞു നടക്കാൻ എല്ലാം പോയി, നാമവും പോയി. നാമവും രൂപവും മാറിക്കൊണ്ടേയിരിക്കും. ചേഞ്ചിന് വിധേയമാണ് നാമവും രൂപവും. എത്ര കാലം കഴിഞ്ഞാലും അത് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ആദ്യത്തെ 3 എണ്ണം ഉണ്ടല്ലോ, സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം, ഈ 3 അവസ്ഥയും പ്രപഞ്ചത്തിൽ എപ്പോഴും നിൽക്കും. അതാണ് ഈ സാന്ദ്രാനന്ദം, അത് ഓർക്കണം. അപ്പോൾ നാമം രൂപം കഴിച്ച് ശേഷിച്ചതെന്ത്? സച്ചിദാനന്ദം, അത് ശേഷൻ. അതുകൊണ്ട് അനന്തന് ശേഷൻ എന്ന് പേര്. ആ അവസ്ഥയിൽ ബ്രഹ്മം ശയിക്കുന്നു രൂപം എടുത്തിട്ട്. സഗുണനായിട്ടുള്ള ഭഗവാൻ ശംഖചക്രങ്ങളോട് കൂടിയിട്ട് ഗദാപത്മത്തോട് കൂടിയിട്ട്, അതൊക്കെ ഭഗവാന്റെ ശക്തികളാണ്. അതിനൊക്കെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അപ്പോൾ എന്താണെങ്കിലും തൻ്റെ ഈ മൂലസ്വരൂപത്തിനെ ആധാരമാക്കിയിട്ട് ഭഗവാൻ ലക്ഷ്മീ സഹിതനായിട്ട്, ലക്ഷ്മി ഐശ്വര്യം, പൈസ അല്ല ഐശ്വര്യം, എന്തിലുള്ള പുഷ്ടി. നമ്മൾ പറയില്ലേ, പഴം കറക്റ്റ് പഴുത്താൽ നമുക്കറിയാം, 2 ദിവസം കഴിഞ്ഞാൽ അറിയാം അത് ചീഞ്ഞു തുടങ്ങിയെന്ന്. ആ കറക്റ്റ് നിൽക്കുന്ന പാകം മനുഷ്യരിലാണെങ്കിലും യൗവനത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ മൃഗങ്ങളിൽ നമ്മൾ കാണുന്നത് കറക്റ്റായിട്ടുള്ളൊരു പാകമുണ്ട്. ആ പാകമാണ് ലക്ഷ്മി. ലക്ഷ്മിയുടെ അർത്ഥം തന്നെ വളരെ രസമാണ്. ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കണവളെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏത് ലക്ഷ്യം? 2 പാദങ്ങളുണ്ട് ഗുരുവായൂരപ്പൻ്റെ, അവിടേക്ക് നമ്മളെ എത്തിക്കുന്നവളെന്നാണ് ആ വാക്കിൻ്റെ. അതൊരു ഒരു ഗൈഡാണ് ശരിക്കും ദേവി. 3 ശക്തികളിലും വെച്ചിട്ട് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുമാണ്. എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിളാണ് ലക്ഷ്മിയുടെ സ്വഭാവം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ദേവതയാണ്. നമ്മൾ വിചാരിക്കും രൗദ്രത കൊണ്ട് അമ്മ കാളി ആ ഭാവങ്ങൾ ഉമയൊക്കെയാണെന്ന്. അല്ല, അമ്മയെ നമുക്ക് പ്രീണിപ്പിക്കാം, സന്തോഷിപ്പിക്കാൻ എളുപ്പമാണ്. സരസ്വതി ദേവിയും പ്രീതിപ്പെടുത്താൻ സാധിക്കും നമുക്ക്. ലക്ഷ്മിയെ വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്നാണ് ദേവിയിൽ ചേഞ്ച് ഉണ്ടാവുക. അത് രജോഗുണ സ്വഭാവം കൂടെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ ഈ രൂപമൊക്കെ കണ്ടു, തൻ്റെ സ്വന്തം മായ കൊണ്ട് ഉൽപ്പത്തി, സ്ഥിതി, ലയം ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നറിയണ ഒരാളാണിത് എന്ന് ബ്രഹ്മാവിന് ഉള്ളിൽ തോന്നുന്നു. അങ്ങനെ ബ്രഹ്മാവ് ചോദിക്കുകയാണ്, ഭഗവാനെ, പ്രജകളെ ഞാൻ സൃഷ്ടിക്കാൻ പോവാണ്. സൃഷ്ടിക്കുമ്പോൾ എനിക്ക് ഞാനത് ചെയ്തു എന്നുള്ള കർത്തൃത്വ ഭാവം വരരുത്. കാരണം അതിൽപ്പെട്ട എൻ്റെ കാര്യം കഷ്ടത്തിലാവും, ഞാൻ അഹങ്കാരിയാവും. അത് വരാതിരിക്കാൻ, സ്വതന്ത്രനായിട്ടിരിക്കാൻ, മനസ്സിൽ സർവതന്ത്ര സ്വാതന്ത്ര്യം ഉണ്ടാവുക. നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അകത്താണ്ടാവുന്നുണ്ട്. അകത്ത് സ്വതന്ത്രനായിട്ടുള്ളവനെ പുറത്ത് എത്ര ചങ്ങലയിട്ട് കെട്ടിയാലും അവനെ ബാധിക്കില്ല. നമ്മുടെയൊക്കെ പ്രശ്നം, നമുക്ക് പുറമെ ഇഷ്ടമാതിരി ഫ്രീഡം ഉണ്ട്, അകത്ത് സ്വാതന്ത്ര്യമില്ല.
നമ്മുടെ മനസ്സൊക്കെ ഓരോരോ ഫ്രെയിമിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്. കടമകൾ, ചുമതലകൾ, പലതുമുണ്ട് നമ്മുടെ വിഷയങ്ങൾ. അതൊക്കെ നമ്മളെ പാരതന്ത്ര്യത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് അഹങ്കാരം വരരുത്, കർത്തൃത്വബോധം ഉണ്ടാവരുത്, സ്വതന്ത്രനായിട്ടിരിക്കണം. 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരമായിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഉത്തരം നമുക്കൊക്കെ ബാധകമാണ്. കർത്തൃത്വബോധം വരാതിരിക്കാൻ ധ്യാനിക്കേണ്ടതാണ് ഈ 4 ശ്ലോകങ്ങൾ. ഈ 4 ശ്ലോകങ്ങൾ എടുത്തിട്ടാണ് ഈ ഭാഗവതം മുഴുവൻ ഉണ്ടാക്കിയത്. ഭഗവാൻ പറയുക, ഞാൻ നിനക്ക് വിവിധമായിട്ടുള്ള ജന്മകർമ്മങ്ങളുടെയൊക്കെ വിവിധമായിട്ടുള്ള ജന്മകർമ്മങ്ങളുടെ ദിവ്യതയൊക്കെ കാണിക്കണ ഒരു ജ്ഞാനസംഹിത അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അത് വളരെ എന്താ പറയുക, രഹസ്യമാണ്, ഗുപ്തമാണ്. ഇതാർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിൻ്റെ രഹസ്യവും പറഞ്ഞുതരാം. ഭക്തിയോഗം തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ബാക്കിയുള്ള അംഗങ്ങളും ഒക്കെ ഞാനതിൽ ചുരുക്കി പറഞ്ഞുതരാം. ഭഗവാന്മാർ എപ്പോഴും സൂത്രരൂപത്തിലേ പറയുള്ളൂ. സൂത്രരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി. ഇപ്പം ഞാൻ നേരത്തെ ബ്രഹ്മസൂത്രം പറയുമ്പോൾ പറയല്ലേ, അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അടുത്ത് ജന്മാദ്യസ്യ ഏതോ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിരിക്കുക. പിന്നെ നമ്മൾ ചിന്തിക്കണം. അതിനാണ് ഈ സൂത്രരൂപത്തിൽ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ചുരുക്കി സൂത്രരൂപത്തിൽ പറഞ്ഞത്. എൻ്റെ രൂപം എന്താ, ആ രൂപം എങ്ങനെ പരിണമിക്കണം, അതിൻ്റെ അളവെന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, അതിലുള്ള ഗുണകർമ്മങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കും. ഇത് നീ മനനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പൊടി നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് ഭഗവാന്റെ സഗുണമായിട്ടുള്ള രൂപം പറഞ്ഞു കൊടുക്കണം. അതും ബ്രഹ്മല്ല. അപ്പോഴും ഈ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു രൂപം എടുക്കണമല്ലോ. അത് ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും നാരായണൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ അതാണ് ഫൈനൽ ഫോം എന്നാണ് വിചാരിക്കണം. അതുമല്ല ഫൈനൽ ഫോം. അതിൻ്റെ അപ്പുറത്തേക്കും കിടക്കുന്ന ഒരു രൂപത്തിനെ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു രൂപം, ആ രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയുക, ഗുരുവിൻ്റെ കൃപ കൊണ്ട് കിട്ടണ അറിവ് 1000 കൊല്ലം പുസ്തകം പഠിച്ചാലും കിട്ടില്ല എന്നുള്ളൊരു സൂചന കൂടെ അതിലുണ്ട്. കാരണം എന്താ വെച്ചാൽ ശരിയായിട്ടുള്ള ഗുരുത്വം ഭഗവാനെന്നാണ് കിട്ടേണ്ടത്. ഭഗവാനാണ് ഗുരു. ആ ഭഗവാൻ എവിടെ ഇരിക്കണം? നമ്മുടെയൊക്കെ അന്തരാത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, ഉദ്ധരേ ആത്മനാത്മാനം, അവനവൻ്റെ ആത്മാവിനെ കൊണ്ട് തന്നെ വേണം അവനവനെ പൊക്കാൻ. മറ്റുള്ളവർ പറഞ്ഞത് മോട്ടിവേഷൻ ആവുകയുള്ളൂ, നമുക്ക് വെറും പ്രചോദനമാണ് നമുക്ക്. പക്ഷെ പൊക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെ അതിനുള്ള എഫർട്ട് ഇടണം. അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവത് ഉപദേശിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കോളേജുകളിലൊക്കെ അനവധി അധ്യാപകർ അനവധി വിഷയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. നമ്മളുമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ എവിടേക്കോ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടാവും. ചിലർ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് പറയും, ഇതൊക്കെ ഞാൻ കോളേജിൽ പഠിച്ചു, എന്നിട്ട് ഇപ്പോൾ എന്താ കാര്യം ഉണ്ടായത്, ഞാൻ ഈ ജോലിയാണ് ചെയ്തത്, അതിലാണ് നന്നായതെന്ന് പറയും. അപ്പോൾ എത്രയോ വർഷങ്ങൾ നമ്മുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടേണ്ട അറിവോട്ട് കിട്ടിയിട്ടുമില്ല. കിട്ടേണ്ട അറിവാണ് ഇതാണ് താനും. ഇത് വളരെ ലളിതമായിട്ടുള്ള അറിവാണ്, പക്ഷേ ഇതിനെ സ്വാംശീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രഞ്ചുകാരൻ ഫ്രണ്ടുണ്ട്, അയാൾ എപ്പോഴും പറയും, ഇറ്റ് ഈസ് ഈസി ടു ബി കോംപ്ലിക്കേറ്റഡ് എന്ന്. കോംപ്ലിക്കേറ്റഡായിട്ട് പറയാൻ വളരെ എളുപ്പമാണ്. ലളിതമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രാവർത്തിയാക്കാനും ഭയങ്കര കഷ്ടമാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരി വരുന്നത് നമ്മുടെയൊക്കെ ഇങ്ങനത്തെ വിദ്യയിലാണ്, ബ്രഹ്മവിദ്യയിലാണ്. 1-ാമത്തെ ശ്ലോകത്തിൽ അഹമേവാസമേവാഗ്രേ ഞാന്യദ്യത് സദസത്പരം പശ്ചാത്തകമെത്തച്ചോപശിഷ്യേത സ്വസ്മ്യഹം. സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ കാണായിട്ടുള്ള സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ളതും അതിനൊക്കെ കാരണമായിട്ടിരിക്കുന്ന പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കൃതി എന്നാണ് അർത്ഥം. പ്രധാനപ്പെട്ട സൃഷ്ടി, അതൊരു ഫോഴ്സാണ്. അത് എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. ആ പ്രകൃതിയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഈ കാണാതൊന്നും ഉണ്ടായിരുന്നില്ല. കാണാൻ പറ്റുന്നതുമില്ല, കാണാൻ സാധിക്കാത്തതും ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്ക് ശേഷം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴും ഒടുവിൽ അവശേഷിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. ഇതുതന്നെയാണ് ഉദ്ധവ ആ പാമ്പാണെന്ന് വിചാരിക്കുന്നു കയറിനെ കണ്ടിട്ട്. പാമ്പല്ല, അത് കയറാണെന്ന് പറഞ്ഞിട്ട് വേദാന്തം അവിടെ അവസാനിപ്പിക്കും. പക്ഷെ ഭഗവാൻ പറയണേ, ഉദ്ധവ അത് പാമ്പല്ല, അത് കയറുമല്ല, ഞാനാണ്. അപ്പം നമ്മൾ മായയായിട്ട് തോന്നുന്ന വസ്തു പോലും അതിൻ്റെ ഒരു ലെവലിൽ ചെന്നിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലും അല്ല. നേരത്തെ ഞാൻ പറഞ്ഞു, വിളക്കിനെ നോക്കുമ്പോൾ അതുണ്ട്, നോക്കിക്കൊണ്ടിരുന്നാൽ അത് സ്ഥിതി ചെയ്യണു, കണ്ണെടുത്തു കഴിഞ്ഞാൽ അത് സംഹരിക്കപ്പെട്ടു. പ്രപഞ്ചം ഇങ്ങനെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇങ്ങനെ മാറ്റി നിൽക്കുമ്പോൾ നമുക്കറിയില്ല അത് ആരെങ്കിലും അവിടെ നിന്ന് എടുത്തു മാറ്റിയല്ലോ, നമുക്കറിയില്ല. എന്തുറപ്പിലാണ് നമ്മളിരിക്കുന്നത്? സംഹരിക്കപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഹാരം കഴിഞ്ഞു. വീണ്ടും നോക്കിയാൽ അതുണ്ടെങ്കിൽ അവിടെ ഉണ്ട് സൃഷ്ടി. അപ്പോൾ ഇവിടെ ഈ പറയുന്നതിനെ ഉദ്ധവോപദേശത്തിൽ സമ്മറൈസ് ചെയ്യും, ശരിക്കും കൊണ്ടുവന്ന് സമ്മറൈസ് ചെയ്യും. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും അന്തസത്ത ആവിർഭവിച്ചിട്ടുണ്ട്. ഈ 1-ാമത്തെ ശ്ലോകത്തിൽ ഈ അഹമേവാസം എവാഗ്രേ എന്നുള്ളത്. അത് ഭക്തനും ജ്ഞാനിയായിട്ടുള്ളവനും ആരോ ആയിക്കോട്ടെ, ജ്ഞാനമാർഗത്തിൽ പോകണവനാണെങ്കിലും ഭക്തി കൊണ്ടാണെങ്കിലും അവർക്ക് ഈ പറഞ്ഞ ശ്ലോകത്തിൽ അറിവ്, സൃഷ്ടിക്ക് മുന്നും ഞാനാണ്, സൃഷ്ടിക്ക് ശേഷവും ഞാനാണ്, സംഹാരത്തിന് ശേഷവും അവശേഷിക്കുന്നത് ഞാനാണ്. ഇത് തന്നെയാണ്
പത്മപാദൻ്റെ മടിയിൽ കിടന്നിട്ട് ശരീരം പ്രാണൻ പോകുന്നതിന് മുമ്പ് നമ്മളൊക്കെ നമ്മുടെ വിശ്വാസം ആചാര്യസ്വാമികൾ അങ്ങനെ കയറി അപ്രത്യക്ഷനായി എന്നാണ് അദ്ദേഹം ശരീരം ഭൗതിക ശരീരം ഉപേക്ഷിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിനൊരു അസുഖം വന്നിരുന്നു. പത്മപാദൻ്റെ മടിയിലാണ് 32-ാമത്തെ വയസ്സിൽ അദ്ദേഹം. അപ്പോൾ ആ ശരീരം വിടുന്ന സമയത്ത് ഗുരുനാഥ ഇത്രയോ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് പഠിപ്പിച്ചു തന്നു. അവസാനമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ എന്ന് ആഗ്രഹം കൊണ്ട് ചോദിച്ചു. അപ്പം മടിയിൽ കിടന്ന് തല വെച്ച് കിടന്ന് ശിഷ്യൻ്റെ മുഖത്ത് നോക്കി ചെല്ലിയെന്നാണ് പറഞ്ഞത്. ദശശ്ലോകി പറയും 10 ശ്ലോകങ്ങൾ. ആ 10 ശ്ലോകത്തിൻ്റെ അവസാനം വരുന്ന വരി വളരെ പ്രധാനമാണ്. ഏകോവശിഷ്ട ശിവ കേവലോഹം. എല്ലാം നശിച്ചാലും അവശേഷിക്കണം ശിവനാണ് ഞാൻ, ശിവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഓരോ ശ്ലോകം അവസാനിക്കണം. ഞാൻ അച്ഛനല്ല, അമ്മയല്ല, മക്കളല്ല, മണ്ണല്ല, വായുവല്ല, അഗ്നിയല്ല, ഒന്നുമല്ല, പിന്നെന്താന്നാണ് ചോദിക്കണം. എല്ലാം നശിച്ചാലും അവശേഷിക്കണം ശിവനാണ്, എല്ലാം നശിച്ചാലും അവശേഷിക്കണം ശിവനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അവസാനിക്കുന്നത് 10 ശ്ലോകങ്ങളുണ്ട് ആചാര്യസ്വാമികളുടെ. അതൊക്കെ ഈ സ്രോതസ്സുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് അതൊക്കെ. അപ്പോൾ ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഭക്തനാവട്ടെ ജ്ഞാനിയാവട്ടെ ഈ അറിവുണ്ടായ അവരുടെ ഭക്തിയോ ജ്ഞാനോ എന്താ മാർഗച്ചാൽ അത് പൂർണ്ണമായി. ഇനി കർമ്മയോഗിയാണെങ്കിലും അതും പൂർണ്ണമായി. ഒരു കർമ്മയോഗിയായിട്ടുള്ള ഒരാൾക്കും കർത്തൃത്വ ബോധം പോകാൻ വേറൊന്നും വേണ്ട. സൃഷ്ടിക്ക് മുമ്പും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, സൃഷ്ടിക്ക് ശേഷവും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം നശിച്ചാലും ഞാനേ ഉള്ളൂ എന്ന് ഭഗവാൻ പറയുമ്പോൾ അവിടെ അതിൽ അടിച്ചുറപ്പിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇനി അറിയാനോ കാണാനോ ശേഷിക്കുന്നില്ല. എന്തിനെ അറിഞ്ഞാൽ എല്ലാറ്റിൻ്റെയും അറിവുണ്ടാവുന്നോ അതറിഞ്ഞു അവിടെ. അതാണല്ലോ വേദാന്തം നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട പാഠം. അത് കഴിഞ്ഞാൽ ഹൃദയർത്ഥം മെൽ പ്രതീയേതന പ്രതീയേത ജാത്മനി തദ്വിദ്യാത്മനോമായാം യഥാഭാസോ യഥാതമ. ബോറടിക്കണ്ടോ? ഒരു ഡൾനെസ് എല്ലാവർക്കും. അരൂപിയാണെങ്കിലും കാണാൻ പറ്റാത്തവനാണെങ്കിലും അല്ലെങ്കിൽ പറ്റാത്തതാണെങ്കിലും മനോഗോചരമായിട്ടുള്ള മനസ്സിനറിയാൻ പറ്റുന്നൊരു വസ്തു തന്നെയാണ് മായ. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ പറയും ഇത് തോന്നലാട്ടോ, അതിനറിയുന്നുണ്ട്, എന്നിട്ടും നമ്മളതിൽ പെടും. അതാണല്ലോ ഇതിൽ. അപ്പം അഗോചരമാണെങ്കിലും മനോഗോചരമാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അകത്ത കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പ്രപഞ്ചം എന്നൊന്ന് വാസ്തവത്തിലില്ല. പക്ഷെ അത് കാണുന്ന മായ, ആ പ്രപഞ്ചത്തിനെ കാണുന്ന മായ വെച്ചിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തിനെ നോക്കണം. ആ മായ അതിന് പകരം ആത്മാവിനെ നോക്കിയാൽ മായ ആ സെക്കൻഡ് ഇല്ലാണ്ടായിപ്പോവും. അത് സംഭവിക്കുന്നില്ല. നമ്മൾ മായയുടെ കണ്ണ് കൂടെ, അത് മഞ്ഞപ്പിത്തം പിടിച്ചവനൊക്കെ മഞ്ഞയായിട്ടല്ലേ കാണുള്ളൂ, അങ്ങനെയല്ലേ നാടൻ ഭാഷ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കാണുള്ളൂ എല്ലാറ്റിനെയും. സൂര്യനിൽ ഇല്ലാത്ത അന്ധകാരം സൂര്യനിലില്ല. ഇരുട്ടെന്ന് പറയുന്നത് സൂര്യനിൽ എവിടെയില്ല. പക്ഷേ സൂര്യനില്ലാത്ത സമയത്ത് ആ അന്ധകാരത്തിനെ കാണാൻ സാധിക്കും. അതാണ് ഹൃദയർത്ഥം ന പ്രതീയേത ജാത്മനി തദ്വിദ്യാത്മനോമായാം യഥാവാസോ യഥാതമ. പ്രപഞ്ചം എന്നൊന്നും ഇല്ലെങ്കിൽ നമ്മളീ കാണുന്നതൊക്കെ പിന്നെ എന്താ? അങ്ങനൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഈ കാണുന്ന ക്രിയയ്ക്ക്, കാണുക എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിന്, ആക്ടിവിറ്റിക്ക് കാണുന്ന ഒരാൾ ഉണ്ടാവണം. 3 കാര്യങ്ങളാണ് ഉള്ളത്: കാഴ്ച, കാണുന്ന ആൾ, കാണപ്പെടുന്ന വസ്തു. ഇതിനെ നമ്മൾ ശ്രീവിദ്യയിൽ ത്രിപുടി എന്ന് പറയും. ഇത് ഭേദിച്ചിട്ട് പോകണം എന്നാണ് പറയുക ശ്രീവിദ്യയിൽ. ഇതിനെ മറികടന്നാൽ ഈ പറയുന്ന ഈ മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും എല്ലാ കാലത്തും ഉള്ള ആളെ എളുപ്പം നമുക്ക് അകത്ത് കിട്ടും. അകത്ത് കിട്ടാനേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞ മാതിരി മധുരത്തിനെക്കുറിച്ച് എത്ര എസ്സേ എഴുതിയിട്ടും കാര്യമില്ല, പഞ്ചസാര എടുത്ത് വായിലിട്ടാൽ നമുക്കത് മനസ്സിലാക്കാം. ഭാഗവതത്തിലാവട്ടെ ഈ മറ്റ് ശാസ്ത്രഗ്രന്ഥങ്ങളിലാവട്ടെ ഇതൊക്കെ അടിച്ചുറപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഈ മാംസക്കണ്ണുകൊണ്ട് കാണുന്നത് സത്യമാണെന്ന്, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതും പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞു പോകുന്നത് ഈ ഭാഗമൊക്കെയാണ് ശരിക്കും. അനവധി കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് എണീച്ച് കഴിയുമ്പോൾ നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇതും സ്വപ്നമാണെന്നും ഇതിന്നൊരു ഉണർച്ച നമുക്ക് ഉണ്ടാവണമെന്നും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയെക്കാട്ടിലും ഒരു 10,000 ഭൂമിയെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സൂര്യൻ ഒരു ചെറിയ ബോൾ പോലെ കാണുന്നത്. കൊച്ചുകുട്ടികൾ കൈകൊണ്ട് മറിച്ചിട്ട് നോക്കും അല്ലേ? നമ്മൾ തന്നെ വിരലോണ്ട് മറിച്ചിട്ട് കളിച്ചിട്ടുണ്ട്. സൂര്യനെ ശരിക്കും വിരലോണ്ട് മറിച്ച് കളിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് തന്നെയാണ് മായ. മായയുടെ ഏറ്റവും വലിയ ഡെഫിനിഷൻ എന്താ വെച്ചാൽ കാണുന്നതൊക്കെ ഇല്ലാത്തതാണെന്നുള്ളതല്ല, ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ശഠിക്കുന്നതാണ് മായ. അവിടെയാണ് പണി കിടക്കുന്നത്. കാണുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയലാണല്ലോ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഏറ്റവും വലിയ മായ. കാണുന്നതൊക്കെ മായയാണെന്ന് പറഞ്ഞേക്കാട്ടിലും അപകടം പിടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഉണ്ടായതിനെയൊക്കെ അത് ലയിപ്പിച്ചും കളയും, വഴിതെറ്റിച്ചും കളയും. അതുകൊണ്ടാണ് ഉദ്ധവോപദേശത്തിൽ 3 തരവും മായ പറയണത്. സൃഷ്ടിക്കപ്പെട്ടു, ജനിച്ചു എന്ന് തോന്നണത് മായ എത്ര, അത് ബ്രാഹ്മി മായ എന്നാണ് വിളിക്കുന്നത്. നിലനിൽക്കുന്നത് തോന്നിപ്പിക്കുന്നതും മായ, വിഷ്ണുവിൻ്റെ മായ.
സംഹരിച്ചു എന്ന് തോന്നിക്കുന്നത് ശാങ്കരി മായ എന്നാണ് പറഞ്ഞത്. മൂന്നും മായയാണ്. വാസ്തവത്തിൽ ഒന്നും ഉണ്ടായിട്ടുമില്ല, നിലനിന്നിട്ടുമില്ല, അവസാനിച്ചിട്ടുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഉദ്ധവ. ആ ബോധത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വാക്കാത്. ബ്രഹ്മമായിട്ടിരിക്കുന്ന, ബ്രഹ്മബോധത്തിലിരിക്കുന്ന ബ്രഹ്മനിഷ്ഠനായിട്ടൊരാൾക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഈ ഉദ്ധവം പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ കാലിൽ അസ്ത്രം കൊണ്ട് പോകാൻ പോണ ശരീരത്തിൽ ഇരുന്നിട്ടാണ് ഇത് പറയണത്. അപ്പോൾ ആ പറയണ ആളുടെ ബോധാവസ്ഥ എന്തായിരിക്കും? ഇതേ ആൾ തന്നെയാണ് ഒരു ചമ്മട്ടിയും ശംഖും കയ്യിൽ പിടിച്ചിട്ട് ഒരു കാല തേരിൻ്റെ മുകളിലും വെച്ച് മറ്റേ കാല് ഭൂമിയിൽ ഉറച്ചു നിന്നിട്ട് എന്നെ നോക്ക് അർജുന, ഞാൻ 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 എന്ന് പറയണത് ദേവകി പ്രസവിച്ച ശരീരത്തിനല്ല, ബ്രഹ്മമാണ് പറയണത്. ബ്രഹ്മമാണ് അവിടെ സംസാരിക്കുന്നത്. ദേവകി പ്രസവിച്ച ശരീരം 5000 കൊല്ലം മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് പോയി. പക്ഷെ ബ്രഹ്മം എന്ന് പറഞ്ഞ സത്യവസ്തു ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നാളെ നമ്മളൊന്നും ഇല്ലാണ്ടായാലും നമ്മുടെയൊക്കെ ഐഡൻറ്റിറ്റികൾ, നമ്മുടെ ഈ ജനിതകമായിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഞാൻ പറയണത്, അതില്ലാണ്ടായാലും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിനെ നമുക്ക് ചുരുക്കി അങ്ങനെയാണ് പറയാൻ പറ്റുക. അതൊക്കെ നമുക്ക് വളരെയധികം വിസ്തരിക്കാൻ പറ്റും. എന്നാലും അത് കഴിഞ്ഞാൽ യഥാമഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ഛ്വാവജേഷുനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാദേശ്വനദേഷ്വഹം. 3-ാമത്തെ ശ്ലോകം ഏറ്റവും ലഘുവാണ്, എന്നാൽ അതേസമയം ഏറ്റവും മഹത്വമാണ്. അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ലോകത്തിൽ കാണുന്ന പദാർത്ഥങ്ങളിൽ ഈ പഞ്ചഭൂതങ്ങളൊക്കെ കാരണരൂപത്തിൽ, അതിൻ്റെ ഉള്ളിൽ ഓരോ എലമെൻറ്റും ഉണ്ട്. എല്ലാ വസ്തുക്കളും നമ്മൾ ഓരോരുത്തരിലും ഈ 5 എലമെൻറ്റും ഉണ്ട്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് അന്തർഭവിച്ചതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അവയ്ക്കൊന്നും തന്നെ സ്വന്തമായിട്ടുള്ളൊരു അസ്തിത്വം ഇല്ല. ഭഗവാൻ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ. അതാണ് തത്വങ്ങളുടെ സ്തുതി ഇതിന് ശേഷം വരിക. ഇത് മനസ്സിലാക്കാനാണ് തത്വങ്ങൾ സ്തുതിച്ച് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഭഗവാനും സകല പ്രാണികളിലും ആത്മസ്വരൂപത്തിൽ വർത്തിക്കണതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഞാൻ അതിൽ നിന്നൊക്കെ ഭിന്നനാണെന്ന്. അതാണ് അർജുന, ഞാൻ എല്ലാറ്റിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണെന്ന് ഗീതയിലും പറഞ്ഞു വെച്ചത്. അതുതന്നെ ഇവിടെ യഥാമഹാന്തി ഭൂതാനി ഭൂതേഷു ഔച്ഛാവജേഷുനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാദേഷ്വനദേഷ്വഹം. അതിൻ്റെ കോർ ഇതാണ്. നമ്മൾ പറയണോ ഇതൊക്കെ ഭഗവാനാണ്, ഇത് ഭഗവാനാണോ? ആ വിഡ്ഢിത്തരാണ് ഹിരണ്യകശിപു ചോദിച്ചത്. ഈ തൂണ് ഭഗവാനാണോ? ആ കസേര ഭഗവാനാണോ? ആണ്. എന്നാൽ അത് ഭഗവാനാണോ ചോദിച്ചാൽ അല്ലാതെ. അതുകൊണ്ടാണ് തൻ്റെ ഒരു അംശം കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ പറയണതിൻ്റെ അർത്ഥം. എൻ്റെ ഒരു അംശമാണ് പ്രവേശിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ അംശം എന്ന് പറഞ്ഞാലും പൂർണ്ണമാണ്. എൻ്റെ നഖം ഞാനാവില്ല, പക്ഷെ ഭഗവാന്റെ നഖം ഭഗവാനാണ്. വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് മധ്വാചാര്യർ നരസിംഹത്തിൻ്റെ ചെറിയ വിരലിൻ്റെ നഖത്തിനെ മാത്രം സ്തുതിച്ചത്. മുഴുവൻ സ്തുതിക്കാൻ വയ്യ. നരസിംഹത്തിനെ സ്തുതിക്കണം. വാന്ധ്വസ്മാൻ പുരുഹൂത പൈരിബലവൻ മാതങ്കവാദ്യദ്ഗടാന്ന് പറഞ്ഞ് തുടങ്ങണം. നഖസ്തുതി തുടങ്ങണത് അങ്ങനെയാണ്. 2 ശ്ലോകം, 2 ശ്ലോകത്തിൽ നഖത്തിനെ സ്തുതിച്ചു. അത് മതി. കാരണം അത് സ്തുതിച്ചാൽ ഭഗവാനെ സ്തുതിച്ചതിന് തുല്യമായി. അപ്പോൾ ജീവൻ്റെ പ്രാകൃതമായിട്ടുള്ള പ്രകൃതിയിലുള്ള ധർമ്മം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. ആത്മാവ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കണോണ്ട് അത് പ്രകൃതിയിലും വ്യാപിച്ചിരിക്കണം. എങ്ങനെയാണ് സ്ത്രീവേഷം ധരിക്കണ ഒരു നടൻ സ്ത്രീവേഷം അഴിച്ചു വെച്ചാൽ അയാൾ ആണെന്നെയാണ് അല്ലേ? അതുമാതിരി നടവര വപു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ബ്രഹാപീഠം നടവര വപു എന്ന് പറയാം. നടവര എന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ ചക്രവർത്തി എന്നാണ്. മൂപ്പരിങ്ങനെ പല രൂപങ്ങളെടുത്ത് നമ്മുടെയൊക്കെ രൂപങ്ങളെടുത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പല പല നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഓരോ ജീവിതത്തിൻ്റെ കേസ് സ്റ്റഡികളെ എടുത്ത് കാണിക്കാനാണ് 16,008 കേസ് സ്റ്റഡി ഉണ്ടാക്കി തന്നു എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതൊരു സംഖ്യയാണ്. അതായത് അത്ര വൈവിധ്യത്തോടു കൂടിയിട്ടുള്ള ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ കാണിച്ചു തന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ പിന്നീട് ദശമത്തിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ വിടർന്നു വരും ഈ ഭാഗങ്ങളൊക്കെ. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ളതൊക്കെ ഭഗവാന്റെ വസ്തുവാണ്, ഭഗവാൻ തന്നെയാണെന്നും മായ യഥാർത്ഥമായിട്ടുള്ള വസ്തുവല്ല എന്നും ചതുശ്ലോകി ഭാഗവതത്തിൽ ഭഗവാൻ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ശ്ലോകത്തിൽ ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്യേ വ്യതിരേകാഭ്യാം എൽസ്യാൽ സർവത്ര സർവദാ. അന്യവും വ്യതിരേകവും, ഒരു കാര്യം ഇങ്ങനെയാണെന്നും ഇങ്ങനെ അല്ല എന്നുള്ള ചിന്ത, അതായത് വേർതിരിച്ചറിയാം. നമ്മൾ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ കണക്ക് പഠിച്ചിട്ടില്ലേ? കാൽക്കുലസ് അതെ, +2 ഉണ്ടായിരുന്നു. ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഞാനൊക്കെ ഒത്തിരി പഴയ ആളാണ്, പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ കാൽക്കുലസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്യക വ്യതിരേക ഭാവം കൊണ്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്നതും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതുമായിട്ടുള്ള ആ ഏതൊരു തത്വമാണോ ആ തത്വത്തിനെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്യേ വ്യതിരേകാഭ്യാം എൽസാൽ സർവത്ര സർവദാ. 4-ാമത്തെ അവസാനത്തെ പ്രധാന ശ്ലോകം അത്.
ആത്മതത്വം അറിയാൻ ആഗ്രഹിക്കണവൻ ജിജ്ഞാസു, അറിയാൻ ആഗ്രഹിക്കണവൻ ഇത് മനസ്സിലാക്കണം. നിശ്ചലമായിട്ടുള്ള സമാധി കൊണ്ട്, ശരീരം അനക്കാതെ മനസ്സിനെ അങ്ങനെ ലയിപ്പിച്ച് കളഞ്ഞിട്ട് ആ സമാധി കൊണ്ട് നീ എൻ്റെ ഈ അഭിപ്രായത്തിനെ മനനം ചെയ്യണം. ഭഗവാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, എൻ്റെ അഭിപ്രായം എന്നാണ് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. നോക്കൂ, ഭഗവാൻ വേണമെങ്കിൽ പറയാം ഇതാണ് ഇത്രയേ ഉള്ളൂ, പൊക്കോ എന്ന് പറയാം. അല്ല, ഭഗവാൻ പറയില്ല, അത് മഹാദേവനും പറയില്ല, നാരായണനും പറയില്ല. എൻ്റെ അഭിപ്രായം ഇതാണ്, നീ ആലോചിച്ച് തീരുമാനിക്കുന്ന. അത്ര സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നിരിക്കണത്. സപ്തഋഷികളുടെ അടുത്ത് സകലതും പഠിപ്പിച്ചു കൊടുത്തിട്ട് മഹാദേവൻ പറയണ അവസാനം നന്നായി ഉരച്ചു നോക്കിയിട്ട് മാത്രമായിട്ടോ കൊടുക്കാൻ പാടുള്ളൂ, ഞാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ടും ഇത് വിഴുങ്ങരുത്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടെ അവനവൻ്റെ അനുഭവത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പറഞ്ഞു തന്നത് പഠിക്കണം എന്നാ പറയണം. അപ്പം എത്ര ആ യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവനവൻ്റെ കാലിൻ്റെ ചെരുപ്പിനനുസരിച്ചിട്ട് ശിഷ്യൻ്റെ കാല് വെട്ടി ഒട്ടിക്കണം. അവനവൻ്റെ കാലിൻ്റെ ചെരുപ്പിനനുസരിച്ച് ശിഷ്യൻ്റെ കാല് വെട്ടും, എന്നിട്ട് ഈ ചെരുപ്പ് നീട്ടാൻ മതി പറയും. അതാണ് ഇപ്പോഴത്തെ പഠിപ്പിക്കൽ ആധ്യാത്മികതയിൽ. ശ്രീരാമകൃഷ്ണദേവനെ നോക്കൂ, 18 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ 18 പേരിൽ ആരെങ്കിലും ആളെങ്കിലും ശ്രീരാമകൃഷ്ണൻ തന്നെ പോലെ ആക്കാൻ നോക്കിയോ? ആക്കാൻ ശ്രമിച്ചില്ല. ബ്രഹ്മാനന്ദ സ്വാമി, രാമകൃഷ്ണാനന്ദൻ, ശാരദാനന്ദ സ്വാമി, വിവേകാനന്ദൻ, നിർമ്മലാനന്ദ സ്വാമി. ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചി അനുസരിച്ച് അവരവർക്കുള്ള ഉപാസന പഠിപ്പിച്ച്, അവരവർക്കുള്ള നിഷ്ഠ പഠിപ്പിച്ച്. ശാരദാനന്ദ സ്വാമിക്ക് ഒരു നിഷ്ഠയിലും താല്പര്യമില്ല, ഗുരുവിനെ ശുശ്രൂഷിച്ചാൽ മതി. പൂർവാശ്രമത്തിൽ ശരത്ത് എന്ന പേര്, അദ്ദേഹമാണ് ശ്രീരാമകൃഷ്ണൻ ജീവചരിത്രം എഴുതിയത്. ഗുരുവിനെ സേവിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്രതം. വിവേകാനന്ദ സ്വാമിക്ക് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക, ബ്രഹ്മാനന്ദ സ്വാമിക്ക് ബ്രഹ്മവിദ്യ അഭ്യസിപ്പിക്കുക, രാമകൃഷ്ണാനന്ദ ഇവരൊക്കെ ഇവരുടെ എല്ലാവരുടെ ജീവിതം എടുത്താൽ കാണാം. ശ്രീരാമകൃഷ്ണൻ ഒരു സ്ഥലത്ത് വരെ നീ ഇത് ജപിച്ചാൽ മതി, നീ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞതായിട്ട് കാണുകയില്ല. ഓരോരുത്തരുടെ അഭിരുചി നോക്കി അവർക്കതിനനുസരിച്ച് 18 രത്നങ്ങളെ ഉണ്ടാക്കി. അതാണ് ഗുരു. നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണൻ തന്നെയാണ്, യാതൊരു സംശയമില്ല അതിൽ. അങ്ങനെ ഭഗവാൻ അതാ ഇവിടെ ചെയ്യുന്നത്. ഭഗവാൻ പറയാണ്, നീ നല്ലോണം ആലോചിക്കുക, ഞാൻ പറഞ്ഞു തന്നു, ഇത്രയും പറഞ്ഞു, ഇതെൻ്റെ അഭിപ്രായമാണ്, ഇനി നീ ആലോചിക്കുക. നീ സമാധിയിൽ, നിശ്ചല സമാധിയിൽ ഇരുന്നിട്ട് ഇത് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ഓരോ കൽപ്പത്തിലും ഇതറിഞ്ഞ, ഈ തത്വം അറിഞ്ഞാൽ നീ അനവധി കൽപ്പങ്ങളിലൊക്കെ സൃഷ്ടിക്കും. അതുകൊണ്ടൊന്നും നിനക്ക് മോഹം ഉണ്ടാവില്ല. നീയാണ് ഇത് ചെയ്തത്, ഞാൻ സംഭവമാണ് എന്നെനിക്ക് തോന്നില്ല, ബ്രഹ്മാവിന് തോന്നില്ല എന്ന്. അതിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തരിക എന്നാണ് പറഞ്ഞത്. കാരണം അർജുനൻ്റെ അടുത്തും പറയണ്ടല്ലോ ഗീതയിൽ, വാസുദേവ സർവമിതി സ മഹാത്മാസു ദുർലഭ. സകലതും വാസുദേവമയമാണെന്ന്, എല്ലാം ഗുരുവായൂരപ്പനാണെന്നുള്ള ജ്ഞാനം ദൃഢമാക്കിയിട്ടുള്ള മഹാത്മാക്കളെ കാണൽ ദുർലഭമാണ് അർജുന എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അതാരും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഭഗവാന്റെ കാലത്തും അങ്ങനെയായിരുന്നു, നമ്മുടെ കാലത്തും അങ്ങനെയാണ്, അതിലൊരു മാറ്റവും വന്നിട്ടില്ല. ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് നാരദൻ്റെ അടുത്ത് പറയുക, ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ളത് എനിക്കോ നിനക്കോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഇവിടുന്ന് അടുത്ത എന്താ പറയുക ഭാഗവതത്തിൻ്റെ പുരാണ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് ഞാൻ വളരെ ചുരുക്കിയിട്ടൊന്ന് ഓടിച്ച് പറയാം, കാരണം ഇതൊന്നും അറിയേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ വിചാരിച്ചു അത് പറയാണ്ട വിടാമെന്ന്, എന്തോ ഒരു അതൃപ്തി മനസ്സിന് മൂപ്പർക്ക് വേണം തോന്നും, അതുകൊണ്ടായിരിക്കും ചുരുക്കി പറയാം. ഞാൻ വളരെ തുറന്ന് സംസാരിക്കുന്ന ആളാട്ടോ, എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ പറയും. ഇതൊന്നും കഴിഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ടാവില്ല എന്താ പറഞ്ഞത്, അതാണ് ഇതിൽ ഏറ്റവും രസം. അപ്പോൾ ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ഭാഗവതത്തിൻ്റെ പ്രണാളികകൾ എന്ന് പറഞ്ഞു, തൂണുകൾ നിൽക്കുന്നത്, അതായത് പുരാണ ലക്ഷണങ്ങൾ 10 ഈ 10 ഭാഗവതത്തിലെ ഓരോ സ്കന്ധത്തിനുമുണ്ട്. പ്രധാനമായിട്ടുള്ള 12 സ്കന്ധത്തിനും ഇതിൻ്റെ ഓരോ ലക്ഷണങ്ങളും ഡിവിഷൻസും ഒക്കെ വരുന്നുണ്ട്. അതിലൊന്നാമത്തത് സർഗം എന്ന് പറയും. സർഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി, പ്രൈമറി ക്രിയേഷനാണ് സർഗം. സർഗത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി, മഹത്വത്വം, 3 ഗുണങ്ങൾ, ഈ എന്താ പറയുക ഭഗവാന്റെ മായ ഉണ്ടായത്, ഇത് ഈ പറയുന്ന കുറച്ച് കോർ സാധനങ്ങളുണ്ട്. ഇത് വെച്ചിട്ടാണ് കളി. ഈ സംഭവങ്ങൾ വെച്ചിട്ടാണ് ബാക്കിയുള്ള പിന്നീടുള്ള സൃഷ്ടി, സെക്കൻഡറി ക്രിയേഷൻ മുഴുവൻ ഉണ്ടാക്കണം. അത് കോസ്മിക് ആയിട്ടുള്ള കോർ ഫണ്ടമെൻ്റൽസാണ്, പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഈ സർഗം എന്ന് പറഞ്ഞ്. രണ്ടാമത്തത് വിസർഗജ സെക്കൻഡറി ക്രിയേഷൻ. സെക്കൻഡറി ക്രിയേഷനിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളാണ് അവിടുന്ന്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നതാണ് സെക്കൻഡ് ലെവൽ ക്രിയേഷൻ. അതിന് ഭഗവാനി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള തത്വങ്ങളും സാധനങ്ങളൊക്കെ വെച്ചിട്ട്, ബ്രഹ്മാവിന് വേറെ പാവം ഇതൊന്നുമില്ല, അച്ഛൻ കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ വെച്ചിട്ട് വേണം മൂപ്പർക്ക് ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ആ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളാണ് അത് പറയുന്നത്. ഈ കൽപ്പത്തിലെ ബ്രഹ്മാവ് മരിച്ചു കഴിഞ്ഞാൽ മരിക്കും, ബ്രഹ്മാവിന് മരണമുണ്ട്. അടുത്ത കൽപ്പം വരുമ്പോൾ ബ്രഹ്മാവ് ഹനുമാനാണ്.
ഹനുമാനാണ് അടുത്ത കൽപ്പത്തിലെ ബ്രഹ്മാവ് എന്നാണ് പറയുന്നത്. അപ്പം അശ്വത്ഥാമാവ് വ്യാസനാവും. ഇങ്ങനെയൊക്കെ മന്വന്തരങ്ങളിൽ കണക്കൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഭഗവാന്റെ ഒരു എന്താ പറയുക ഏജൻ്റായിട്ട് ബ്രഹ്മാവ് സൃഷ്ടികൾ ചെയ്യുന്നതാണ് വിസർഗത്തിൽ. അത് കഴിഞ്ഞാൽ സ്ഥാനം എന്ന് പറയുന്ന ഗുണമാണ്. സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ്, ഉണ്ടാക്കിയതിനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഈ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അതിനെ നന്നായിട്ട് പരിപാലിക്കണം. അതാണ് സ്ഥാനം, അത് പ്രിസർവേഷനാണ്. അവിടെ അതിൻ്റെ കഥകളൊക്കെ വിഷ്ണു എന്ന് പറയുന്ന ഭാവത്തിലാണ്, നാരായണൻ വിഷ്ണു എന്ന് പറയുന്ന ഭാവത്തിലാണ് സ്ഥാനത്തിനെ കുറിക്കുന്നത്. അത് കഴിഞ്ഞാൽ പോഷണം. പോഷണം വെച്ചാൽ നമ്മൾ എന്താ പറയുക അനുഗ്രഹം, ഗ്രേസ്, നറിഷ്മെൻറ്റ്, പോഷകങ്ങൾ കൊടുക്കുക. ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നതും നമുക്ക് അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം തരണതും നമുക്ക് വേണ്ട സുഖകരമായിട്ടുള്ള കാലാവസ്ഥ തരണതും, ഭഗവാൻ എന്തൊക്കെ നമ്മൾക്ക് തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ട് കംഫർട്ട് കൊടുക്കുന്നുണ്ടോ അതൊക്കെ പോഷണം, അതിൻ്റെ കഥയിൽ വരും. ആ പോഷണത്തിൻ്റെ കഥയിലാണ് അദ്ദേഹം ദുരിതത്തിൽപ്പെട്ടിട്ടുള്ള ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം വന്ന് ഇടപെടുന്ന കഥകൾ. പ്രഹ്ലാദൻ്റെ കഥ, പാണ്ഡവന്മാരുടെ കഥ, അല്ലെങ്കിൽ ഗജേന്ദ്രൻ്റെ കഥ, ഇതൊക്കെ പോഷണമാണ്, പോഷണത്തിൻ്റെ ഭാഗമാണ്. രക്ഷിക്കലും പോഷണത്തിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞാൽ ഊതി എന്ന് പറയും. ഊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവനുള്ള സകല വസ്തുക്കളുടെയും ആഗ്രഹങ്ങളും ആ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനുള്ള ആക്ടിവിറ്റികൾ, അത് ഈ ഊതിയിലാണ് നമ്മുടെ കർമ്മസിദ്ധാന്തം മുഴുവൻ കിടക്കുന്നത്. പണ്ട് നീ ചെയ്തതിൻ്റെയാണ് ഇപ്പം അനുഭവിക്കുന്നത്, ഇപ്പം നീ ചെയ്യുന്നത് നാളെ അനുഭവിക്കും. ഈ ചക്രത്തിലാണ്. ഇതിൽ ഭഗവാൻ ഇടപെടുന്നേയില്ല. നമ്മൾ വെറുതെ പറയാം ഭഗവാൻ എന്നെ പരീക്ഷിച്ചു, എനിക്ക് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, ഇനി എന്തിനാ ഭഗവാൻ എന്നൊക്കെ ചോദിക്കുന്ന വിഡ്ഢിത്തരാണ്. അദ്ദേഹം പാവം, അയ്യോ എന്നെ എന്തിനാ പറയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം കണ്ണിൽ തട്ടേണ്ടതിനെ പുരികത്തി തട്ടിച്ച് വിടുന്നുണ്ട്. എന്നാലും കൊള്ളേണ്ടത് കൊള്ളും. കാരണം നമ്മളെ അമ്മാര് കയ്യിലിരിപ്പാണ് നമ്മുടെ. ഭഗവാൻ പരീക്ഷിക്കും. എപ്പോൾ ആധ്യാത്മിക പാതയിലിറങ്ങി അദ്ദേഹത്തെ നേടാനിറങ്ങിയാൽ മൂപ്പര വരയ്ക്കാൻ തുടങ്ങും. അത് പരീക്ഷണമാണ്, അല്ലാന്ന് ഞാൻ പറയില്ല. അല്ലാണ്ട് ഈ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കണ്ട് ഗുരുവായൂരപ്പൻ എന്നെ ഒരുപാട് പറയരുത്. പാവം, നമ്മൾ സങ്കടപ്പെടുന്നതിനേക്കാളും സങ്കടപ്പെടേണ്ട ഭഗവാൻ നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അദ്ദേഹം തരണ സ്നേഹത്തിൻ്റെ കോടിയിലൊരംശം തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? കോടിയിലൊരംശം. എന്നും ഈ കാര്യസാധ്യത്തിന് പോയിട്ട് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉദയാസ്തമനത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആരെങ്കിലും പോയിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് ഭഗവാനെ ഒന്ന് കുളിച്ചോ, ഭക്ഷണം കഴിച്ചോ, സുഖമായിട്ടിരിക്കണില്ലേ, ആരോഗ്യം എങ്ങനെയുണ്ട് ചോദിക്കാറുണ്ടോ? അവിടുന്ന് തുടങ്ങും, എൻ്റെ ശമ്പളം കൂട്ടി കിട്ടണേ, എനിക്ക് ട്രാൻസ്ഫർ കിട്ടണം. ഇവിടെ എത്തുമ്പോഴേക്കും ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആവും. ക്യൂവിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ലിസ്റ്റിൻ്റെ നീളം കൂടും. ഇതല്ലേ നടക്കുന്നത്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ആരെങ്കിലും ചെന്നിട്ട് ഭഗവാന്റെ അടുത്ത് സുഖവിവരം അന്വേഷിച്ച് നോക്കി, ഈ പറഞ്ഞ ജ്ഞാനം തന്നെ വരും. ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട. ശരത് ഹരിദാസൻ സന്ധ്യ നേരത്ത് നിങ്ങളെ വിശന്ന് വീട്ടിൽ പോകാണ്ട് പിടിച്ചിരുത്തി എന്നുള്ള പ്രശ്നമൊന്നും വരില്ല. അത് കഴിഞ്ഞാൽ മന്വന്തരങ്ങളുടെ കഥയാണ്. മനുക്കളുടെ 14 മനുക്കളുടെ കഥ. ആ 14 മനുക്കളുടെ ജീവിതകാലത്തിനെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാകണം ഒരു കൽപ്പമായിട്ട് പറയുന്നു. എന്തിനാ മനുവിൻ്റെ പറഞ്ഞ വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ഘടന എങ്ങനെ ഉണ്ടാക്കി, എന്തൊക്കെ നിയമസംഹിതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ ധർമ്മസംഹിതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രപഞ്ചത്തിന് എങ്ങനെയാണ് ഭഗവാൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ വീടാണെങ്കിൽ നമുക്കൊരു ഓർഡർ ഉണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ അധികം സ്ത്രീകളെ അവിടെ ഇരിക്കുന്നത്, അടുക്കളകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സിസ്റ്റത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ആരെങ്കിലും വന്നാൽ അതിൽ മാറ്റം വേണമെങ്കിൽ അമ്മായിയമ്മ പോരൊക്കെ തുടങ്ങണത് അല്ലേ, അവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുക. അതേമാതിരി നമ്മൾ ആണുങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ വാർഡ്രോബ് വെച്ചതിനൊരു സിസ്റ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫീസ് മുറി വെച്ചതിനൊരു സിസ്റ്റം ഉണ്ടാവും. ഈ സിസ്റ്റം മാറിയാൽ കഴിഞ്ഞു. ഇപ്പോൾ ആചാര്യന്മാരനുസരിച്ചിട്ട് തന്നെ ഭാഗവതത്തിൻ്റെ ചിട്ട വ്യത്യാസങ്ങളുണ്ടാവും. കാരണം എന്താ, ഒരു സിസ്റ്റങ്ങൾ വേണം. സിസ്റ്റങ്ങളില്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല. ആ സിസ്റ്റത്തിനെ പഠിപ്പിക്കാനാണ്, പ്രപഞ്ചത്തിൻ്റെ ഘടന പഠിപ്പിക്കാനാണ് മന്വന്തരം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈശാനുകഥ. എന്തിനാ ഈശാനുകഥ? ഭഗവാന്റെ അവതാരങ്ങളുടെ കഥ പറയുക. ഭഗവാൻ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഭഗവത് ശക്തിയെക്കുറിച്ച് ഈ അല്പബുദ്ധികളായിട്ടുള്ള നമുക്ക് അല്പമെങ്കിലും ബോധം ഉണ്ടാവുക. ആ ബോധമുണ്ടാവാൻ എന്തിന്, ഈ അനന്തശക്തി നമ്മുടെ അകത്തുണ്ട്, നമ്മൾ ഇതിൻ്റെ അവകാശികളാണ്, ഈ ശക്തിയുടെ അവകാശികളാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഈശാനുകഥ പറയുന്നത്. അത് കഴിഞ്ഞാൽ അത് ഭക്തി വർദ്ധിപ്പിക്കാനും വളരെ ഗുണം ചെയ്യും. ഭഗവാനുമായിട്ടുള്ള സ്നേഹബന്ധം വർദ്ധിപ്പിക്കാൻ, ഗജേന്ദ്രനെ രക്ഷിച്ച പോലെ എന്നെ രക്ഷിക്കും, പ്രഹ്ലാദനെ രക്ഷിച്ച പോലെ എന്നെ രക്ഷിക്കും, ആ നരസിംഹം തന്നെയാണ് എന്നെ രക്ഷിക്കാനുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ആൾ ഒരു കഥ പറഞ്ഞു. ഒരമ്മയുടെ കുട്ടി ട്രെയിനിൽ നിന്ന് തെറിച്ചു പോയി. എൻ്റെ നരസിംഹമൂർത്തേന്ന് മാത്രം ത്രാസിയുടെ വായിൽ ആ നേരത്ത് വന്ന്, അമ്മയെന്നോ അച്ഛാന്നോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല വന്ന്, നരസിംഹമൂർത്തി എന്നാണ് വന്ന്. ആ കുട്ടി ഒരു പോറൽ പോലും കിട്ടാതെ ആ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുനിന്ന് കിട്ടി. ഇപ്പം എനിക്ക് തന്നെ ഒരു എളിയ അനുഭവമുണ്ട്. ഞാൻ ഈ പ്രഭാഷണങ്ങളൊക്കെ 2021 ഞാൻ ദുബായിൽ നിന്നൊക്കെ തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ ഈ വയ്യായും ഇതൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലുള്ള സമയത്ത്, ഞാൻ അക്കാലത്താണ് തുടങ്ങണത്.
ഞാൻ ആ സമയത്ത് ശങ്കരാചാര്യസ്വാമിയുള്ള വിഷ്ണു ഭുജംഗപ്രയാതം ചെയ്തത് യൂട്യൂബ് കിടപ്പുണ്ട് ഇപ്പോഴും. ഈ ഭുജംഗപ്രയാതം പ്രഭാഷണങ്ങൾ ഇങ്ങനെ റെയിൽവേയിൽ ട്രെയിനിൽ ഇലക്ട്രിക് ട്രെയിനിൽ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരാൾ ഈ വാഷി സ്റ്റേഷനിൽ ബോംബെയിൽ, അദ്ദേഹം ഒരു സെക്കൻഡ് ജനറേഷൻ തമിഴ് ബ്രാഹ്മണനാണ്. എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല, ഞാൻ ഇന്നും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അദ്ദേഹം ഹെഡ്ഫോൺസ് ചെവിയിൽ വെച്ചിട്ടാണ് ഈ സത്സംഗങ്ങൾ കേൾക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ആളുടെ പ്രഭാഷണങ്ങൾ വന്നു തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ ഒന്ന് കേട്ടളയാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് മുമ്പ് ഒരു പ്രഭാഷണം ശിവസങ്കല്പം കേട്ടിട്ടുണ്ട്, രണ്ടാമത്തെ പ്രഭാഷണം ഇത് കേൾക്കുകയാണ്. അദ്ദേഹം ഇത് കേട്ടുകൊണ്ട് ഇലക്ട്രിക് ട്രെയിനിൻ്റെ വാതിലിൻ്റെ അവിടെ നിൽക്കണം, കാരണം ഇരിക്കാൻ സ്ഥലമില്ല. ആ സമയത്ത് ആ ട്രെയിനിൻ്റെ ഉള്ളിൽ അടി നടന്നു. ഒരുത്തനെ തൂക്കി വേർത്തൻ ഇയാളുടെ മേലേക്കാട്ട്, ഇയാൾ തെറിച്ച് പുറത്തു പോയിട്ട് ഒരു ഒരു ചെടികളൊക്കെ ഇങ്ങനെ കിടക്കണ ഒരു കുറ്റിക്കാട് പിടിച്ചൊരു സ്ഥലത്തേക്കാണ് ഇയാൾ പോയിട്ട് വീണു. ഇയാൾ വീണപ്പോൾ ഈ ഹെഡ്ഫോൺ പറഞ്ഞു പോയി, ഫോൺ എങ്ങനെയോ സ്പീക്കർ മോഡിലായി. ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഭുജംഗപ്രയാതം പറയണത്. അതിങ്ങനെ കുറച്ച് അപ്പുറത്ത് മാറി ഈ ചെടികളുടെ ഇടയിൽ വീണുകൊണ്ട് ഇത് അധികം തെറിച്ചും പോയില്ല. അവിടെ അങ്ങനെ ചെടികളാണ്. അപ്പോൾ ആ പ്രദേശത്ത് മറ്റൊരു മതസ്ഥരുടെ സ്ലമ്മാണ്. അവർ ഓടി വന്ന് ഇയാളെ രക്ഷിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് ഇയാൾക്ക് ഷോക്കിന് മാത്രം ചികിത്സിച്ച് വിട്ടു അവരന്ന്. ഇയാൾക്കൊരു പോറൽ പറ്റിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഈ കഥ എഴുതിയിട്ട് അന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് മെസ്സേജ് അയക്കുകയാണ്, എനിക്ക് നിങ്ങളെ വന്ന് കാണണം എന്നും പറഞ്ഞിട്ടാണ് ഇയാൾ കഥ. അപ്പോൾ ഞാൻ ഒറ്റ മെസ്സേജ് വായിക്കാറില്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ മെസ്സേജേ വായിക്കാറില്ല. അപ്പോൾ നമ്മുടെ സൈറ്റ് നോക്കണ കുട്ടികൾ, എൻ്റെ സ്റ്റാഫായിട്ടുള്ളവർ, ദുബായത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ശരത്തേട്ടാ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഇത് കണ്ടിട്ട് ഭയങ്കര അൺയൂഷ്വലായിട്ട് തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു മറുപടി കൊടുക്കണ്ട, ഇതിൽ എനിക്ക് ക്രിയൊന്നുമില്ല. ഗുരുവായൂരപ്പൻ്റെ ഒരു സ്വഭാവം പറഞ്ഞാൽ സകലതും ചെയ്യും, എന്നിട്ട് ക്രെഡിറ്റൊക്കെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ ക്രെഡിറ്റിൽ നമുക്ക് അവകാശമേ ഇല്ല, അത് നമ്മൾ ചെയ്തിട്ടുള്ളതല്ല, അത് അവിടെ വിട്ടേക്കുന്നു. പക്ഷേ അദ്ദേഹം 3 മാസക്കാലം നിരന്തരമായിട്ട് മെസ്സേജ്, അവസാനം ഒരു മറുപടി ഞാൻ തന്നെ അതിൽ ടൈപ്പ് ചെയ്തിട്ടു, നിങ്ങളെ രക്ഷിച്ച ആൾ ഗുരുവായൂരെന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കേണ്ട, അവിടെ പോയി കാണുക എന്ന് പറഞ്ഞു. ആ ബോധം നമുക്ക് വരണമെങ്കിൽ, ആ ബോധം എന്തുകൊണ്ടാണ് വരാത്ത വെച്ചാൽ നമുക്ക് ഭഗവാനായിട്ടൊരു ഹൃദയബന്ധം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ നോക്കൂ, നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല, ഈശ്വരന് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ, നമുക്ക് സേവ ചെയ്യാനേ സാധിക്കുള്ളൂ. ശ്രീരാമകൃഷ്ണദേവൻ ഗ്രാമ്യ ഭാഷ പറഞ്ഞ ആളായിരുന്നു, നാടൻ ഭാഷയാണ് സംസാരിക്കുക ബംഗാളിയിൽ. അദ്ദേഹം അധികം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിന് സാഹിത്യ ഭാഷയൊന്നും പറയാൻ അറിയില്ലായിരുന്നു. വിവേകാനന്ദ സ്വാമി പോയിട്ട് 19 വയസ്സുള്ളപ്പോൾ ചോദിച്ചു അത്രേ, ഗുരുദേവ എനിക്ക് എല്ലാവരെയും സഹായിക്കണമെന്നുണ്ട്, അതിന് ഞാൻ എന്താ ചെയ്യണമെന്ന്. അപ്പോൾ വിളിച്ച വാക്ക് ഒരു ചീത്ത വാക്കാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, നീ ആരാടാ സഹായിക്കാൻ, നിനക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനും ആരെയും സഹായിക്കാൻ പറ്റില്ല, സേവ ചെയ്യാനേ സാധിക്കുള്ളൂ, അത് മനസ്സിലാക്കിക്കോ പറഞ്ഞു. അപ്പം ഈ ഈശാനുകഥ കേൾക്കുന്നത് കൊണ്ട് ഈ ഭാവമാണ് നമുക്ക്, ഈ സമർപ്പണം, ഈ ഭാവം നമുക്ക് വരണം. 8ാമത്തെ ഗുണം നിരോധം എന്ന് പറയുന്ന രീതിയാണ്, ഡിസൊല്യൂഷൻ, എല്ലാം ലയിപ്പിക്കുക. ഈ നിരോധ ലീലയാണ് ദശമസ്കന്ധം മുഴുവൻ ലയിപ്പിക്കാനാണ്, അതിനാണ് ആനന്ദം കൊടുക്കണതിൽ. അവിടെ വേറെ ഫിലോസഫി ഒന്നും ചർച്ചയില്ല. ഫിലോസഫി എടുത്തിട്ട് 11ാമത്തെ സ്കന്ധമായിട്ടാണ് വെച്ചിരിക്കുന്നത്. 10ാമത്തെ സ്കന്ധത്തിൽ ഫിലോസഫി ഗെയിമുകളൊന്നുമില്ല, ലയിപ്പിക്കുകയാണ്, ഭക്തി ലഹരിയിൽ ലയിപ്പിക്കുകയാണ്, ഡിസൊല്യൂഷൻ നടത്തിക്കും. 9ാമത്തെ ഗുണം മുക്തി, ലിബറേഷൻ. 11ാമത്തെ സ്കന്ധം മുക്തിയാണ്. ഏകാദശം എന്ന് പറഞ്ഞാൽ മുക്തിയാണ്, മുക്തിയുടെ ചർച്ചയാണ് അതിൽ വരുന്നത്. മാത്രമല്ല ആശ്രയം എന്ന് പറയുന്ന ഗുണവും അതിൽ തന്നെ, അതായത് ഭഗവാനാണ് നമ്മുടെ സർവാശ്രയം, ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഷെൽട്ടർ ഇല്ല, റെഫ്യൂജ് ഇല്ല എന്ന് പഠിപ്പിക്കുക കഴിഞ്ഞാൽ 10 ഗുണങ്ങൾ ഇതാണ്. ഈ 10 കാര്യങ്ങളും പഠിപ്പിച്ചാലേ അത് പുരാണമുള്ളൂ. ഈ 10 കാര്യങ്ങൾ രാജകീയമായിട്ട് പഠിപ്പിക്കണോണ്ട് ഭാഗവതം മഹാപുരാണം തന്നെയാണ്. അതുകൊണ്ടാണത് അക്ഷരരൂപത്തിലുള്ള കൃഷ്ണനാണെന്ന് നമ്മൾ പറയാനും കാരണം. ഇതിന് ശേഷമുള്ളത് മാരത്തണാണ്, ഓടിച്ചങ്ങോട്ട് പോകും. കാരണം ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഈ പുരാണ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളുടെ ഉൽപ്പത്തി പറഞ്ഞ് ധൃതരാഷ്ട്രയെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള വിതുരൻ തീർത്ഥയാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഉദ്ധവനെ കാണുന്നതും ഭഗവാന്റെ ബാലലീലകൾ പറയണതും ഈ പ്രഭാസത്തിൽ വെച്ചുള്ള യാദവന്മാരുടെ നാശം, യദുകുല സംഹാരമൊക്കെ പറഞ്ഞ് വിതുരർ മൈത്രേയൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും. മൈത്രേയൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്ന വിഷയങ്ങളൊന്നും നമ്മൾ സാധാരണ രീതിയിലുള്ള ഡിസ്കഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സൃഷ്ടിക്രമത്തിനെക്കുറിച്ചും കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങളാണ് മുഴുവൻ ചോദിക്കുന്നത്. കാരണം ഈ വിതുരൻ എന്നുള്ള വാക്കിൽ തന്നെ വിദ് എന്നുള്ള ശബ്ദം ബ്രഹ്മജ്ഞാനം എന്നർത്ഥം. അതിന് അത്യധികമായിട്ടുള്ള ആഗ്രഹമുള്ളവൻ വിതുരൻ, ദുരയില്ലാത്തവനും വിതുരൻ. കാരണം ബ്രഹ്മജ്ഞാനത്തിന് താല്പര്യമുള്ളവൻ ഒരിക്കലും ദുരയുണ്ടാവില്ല, അതുകൊണ്ട് അവൻ വിതുരൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം വിതുരൻ്റെ ചോദ്യങ്ങളനുസരിച്ചിട്ട് ഈ ജഗത്തിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള നിർമ്മിതിയെക്കുറിച്ചിട്ട് ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഇന്ന് ഇപ്പോൾ ഈ നമ്മുടെ ചായയ്ക്ക് ശേഷം ആചാര്യൻ വായിച്ച ഭാഗങ്ങൾ വിഷ്ണുവിൻ്റെ ആ നാഭീകമലത്തുനിന്ന് ബ്രഹ്മാവ് ഉണ്ടായതിൻ്റെ വിവരണം കൊടുത്തു, ബ്രഹ്മാവ് ചെയ്യണ ഭഗവാന്റെ സ്തുതി, അതിനുശേഷം ബ്രഹ്മാവിന് വരം കൊടുക്കണത്,
10 പ്രകാരത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചതിനെ വിസ്തരിച്ച് പറഞ്ഞു. സൃഷ്ടിയുടെ ക്രമമൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്തിനാ വെച്ചാൽ ഈ വിരാട് രൂപത്തിൽ ഒരു ഗൃഹസ്ഥൻ എങ്ങനെ സകല വസ്തുക്കളിലും ഭഗവാനെ കാണണമെന്ന് പഠിപ്പിക്കാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നമുക്ക് ആ ഭഗവാന്റെ സ്വരൂപം നമ്മൾ മറന്നുപോകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ വിശ്വരൂപം പഠിപ്പിക്കുന്നത്. വിശ്വരൂപത്തിനെ അർജുനന് ഏതാനും നിമിഷങ്ങൾ കാണിച്ചു കൊടുത്തത് ഇവിടെ അങ്ങോട്ട് വിസ്തരിച്ചിട്ട് അങ്ങോട്ട് പറയുകയാണ്. മന്വന്തര കാലങ്ങളുടെ പരിധി നിർണയം, ഓരോ മന്വന്തരങ്ങൾ എന്തൊക്കെയാണ്, ആ മന്വന്തരങ്ങളുടെ രാജാക്കന്മാരാരാണ്, ആരുടെയൊക്കെ ഭരണത്തിലാണ്. ഇപ്പോൾ നമ്മൾ വൈവസ്വത മനുവിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഓരോ മനുക്കളുടെയും കാലത്തുള്ള വളരെ വിശേഷമായിട്ടുള്ള അന്നത്തെ ഋഷി ആരായിരിക്കും, അന്നത്തെ സപ്തർഷികൾ ആരാണ്, അന്നത്തെ ബ്രഹ്മാവ് ആരാണ്, ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ അധികാര സ്ഥാനങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറയില്ലേ ഇന്ന ആളുടെ ആ ഭരണകാലത്ത് ഇന്ന ആളായിരുന്നു ചീഫ് സെക്രട്ടറി, ഇന്ന ആളായിരുന്നു ഇന്ന മിനിസ്റ്റർ എന്ന് നമ്മൾ പറയും. അതേപോലെ ഭഗവാൻ കൊടുക്കുന്ന മിനിസ്ട്രികളത്. ആ മിനിസ്ട്രികളുടെ വർണ്ണന വരും, മനുഷ്യന്മാരെ ദേവന്മാരുടെയൊക്കെ വർണ്ണന വരും. അതിനുശേഷം സനകാദികൾ എങ്ങനെ ജനിച്ചു, മാനസപുത്രന്മാരായിട്ടുള്ള 5 കുട്ടികൾ, അവരെക്കുറിച്ച് നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ മഹാദേവൻ്റെ മൂലസ്വഭാവം, രുദ്രൻ്റെ ആവിർഭാവം പറയും, മരീചികളുടെ ആവിർഭാവം പറയും, സരസ്വതിയുടെ ആവിർഭാവം പറയും, വേദാദികളുടെ ജനനം പറയും, ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് അവസാനം ആദ്യത്തെ മനുഷ്യൻ സ്വയംഭവ മനു ജനിച്ച കഥ പറയും. സ്വയംഭവ മനുവിന് ഒരു പത്നീഭാവത്തിൽ ഭാര്യയെ കൊടുക്കും, ശതരൂപയെ കൊടുക്കും. ആ ശതരൂപയും സ്വയംഭവ മനുവും കൂടെ സൃഷ്ടിക്കാൻ പറയും. അവരുടെ അടുത്ത് പറയും നിങ്ങൾക്ക് വംശവർദ്ധനം ഉണ്ടാക്കാൻ പറയും. വംശവർദ്ധനം ഉണ്ടാക്കാൻ പറയുമ്പോൾ അദ്ദേഹം പറയും അതൊക്കെ ഞാൻ ചെയ്യാച്ചാ, പക്ഷെ ഞങ്ങൾക്ക് താമസിക്കാൻ ഭൂമി എവിടെ? അപ്പോഴാണ് റീക്ലെയിം ചെയ്യണം, ലാൻഡ് റീക്ലെയിം ചെയ്യണം. പോപ്പുലേഷൻ സ്പ്രെഡാക്കണമെങ്കിൽ അവിടെ ഭൂമി വേണം, ലാൻഡ് റീക്ലെയിം ചെയ്തേ പറ്റൂ. ലാൻഡ് എവിടെ? വെള്ളത്തിൻ്റെ അടിയിലാണ്. അത് ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ബ്രഹ്മാവ് ആലോചിക്കും ശരിയാണല്ലോ, ഞാനിപ്പോൾ എന്ത് കണ്ടിട്ട് അത്രയും സൃഷ്ടിച്ച്, ഇവർക്കൊക്കെ ജീവിക്കാൻ സ്ഥലം വേണ്ടേ? ശരി, വീണ്ടും സ്രോതസ്സിലേക്ക് ചോദിക്കാം. അകത്തേക്ക് വീണ്ടും ധ്യാനിച്ചു, ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ ഇതിനൊരു മാർഗ്ഗം ഉണ്ടാക്കി തരണേ പറയുമ്പോൾ ഒരു ചെറുവിരലിൻ്റെ വലുപ്പത്തിൽ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പന്നിക്കുട്ടി ചാടി. അങ്ങനെയാണ്. കാരണം പന്നി എപ്പോഴും ഭൂതത്വമാണ്. വരാഹം കുഴിച്ചാ പോവുക. വിഷ്ണുവിന് എപ്പോഴും ഈ വരാഹത്തിൻ്റെ രൂപമായിട്ട് വലിയ ബന്ധമുണ്ട്. ആ ശിവലിംഗത്തിൻ്റെ കഥയുണ്ടല്ലോ, ജ്യോതിർലിംഗത്തിൻ്റെ കഥയിലും പന്നിയായിട്ട് കുഴിച്ചിട്ടാണ് താഴോട്ട് പോകുന്നു. ബ്രഹ്മാവ് ഹംസമായിട്ട് പോകണം മുകളിലേക്കെന്നാണ്. അപ്പോൾ ഭൂതത്വം പറയണു. ഈ ഭൂമി തത്വം തന്നെയാണ്. ഈ ഭൂമിയിൽ നിന്നേ ഭഗവാൻ വരുള്ളൂ. അതെപ്പോഴും ഓർത്തോളൂ. ഭൂമിയിൽ നിന്നേ ഭഗവാൻ വരുള്ളൂ. ഭൂമിയുടെ അവതാരമായിട്ടുള്ള, ഭൂമിയുടെ അംശമുള്ള ദേവതയാണ് ശരിക്കും യശോദ. ആ ദേവതയെ വളർത്തിയത്. ഭൂമിയുടെ സ്വരൂപമാണ് തൂണ്. ആ തൂണ് പിളർന്നിട്ടാണ് നരസിംഹം വരുന്നത്. ഇതൊക്കെ അത് വഴിയ ഭൂമി 3 കാലം കൊണ്ട് അളക്കലാണ് വാമനൻ്റെ പണി. മൂപ്പർക്കൊക്കെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും. അത് ശ്രദ്ധിച്ചാൽ കാണാം, അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അത് വാമനാവതാരം വരുമ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ ആ നേരത്ത് ഭഗവാൻ തോന്നിക്കുകയാണെങ്കിൽ ആ ഭാഗം ഒന്ന് വിസ്തരിച്ച് പറയാം. അങ്ങനെ നാസരന്ധ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച ഭഗവാൻ ആ യജ്ഞപരാഹ അവതാര ചരിത്രത്തിൻ്റെ ഒരു സംക്ഷേപം പറയും. ആ ഭഗവാൻ ഭൂമിയെ ഉദ്ധരിക്കണേനും ആ സമയത്താണ് ഹിരണ്യാക്ഷൻ പോയി വെല്ലുവിളിച്ചതും അവനെ വധിച്ചതെന്നൊക്കെ പറയും. ഋഷിമാർ ചെയ്യണ ഭഗവാന്റെ സ്തുതി വിസ്തരിച്ച് പറയും. അതാണ് നമ്മൾ സാധാരണ ഭഗവാന്റെ അവതാരമായിട്ട് എന്താ പറയുക ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ അഥവാ ആചരിക്കുന്നത്. അത് കഴിഞ്ഞാൽ എങ്ങനെ ഈ കഥ ഇതിലേക്ക്, ഈ വരാഹാവതാരത്തിൻ്റെ ഒരു കാരണം എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഈ ദിതിയും കശ്യപനും തമ്മിലുണ്ടായ ഒരു സംവാദം പറയും. അതിഥിയുടെ മക്കളൊക്കെ നന്നായിട്ടിരിക്കുന്നു, ദിതിക്ക് മാത്രം കുഞ്ഞുങ്ങൾ ഇല്ല. അപ്പോൾ ദിതി ഭർത്താവിൻ്റെ അടുത്ത് പറയും മകൻ കുട്ടി വേണമെന്ന് പറയും. പക്ഷെ പോയി പറയണത് സന്ധ്യാനേരത്താണ്. അപ്പോൾ സന്ധ്യാനേരത്ത് പുത്രോത്പാദനത്തിന് പ്രേരിപ്പിക്കുമ്പോൾ കശ്യപൻ പറയും ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാതിരിക്കണത് അധർമ്മം, ഈ അസമയത്ത് സംയോഗം ചെയ്യണം അതിലും വലിയ കുഴപ്പം. അതുകൊണ്ട് മനസ്സോടെ ദിതിയുടെ പ്രേരണയ്ക്ക് വശംവദനായിട്ട് ശാപിച്ചുകൊണ്ടാണ് സംയോഗം ഉണ്ടാവുന്നത്. എന്നിട്ട് പറയും നിനക്ക് അസുരനാണ് ജനിക്കാൻ പോകണമെന്ന് പറയും. കാരണം തമോ ഗുണം ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് സന്ധ്യാകാലം. അതുകൊണ്ടാണ് അതിനെ പ്രദോഷം എന്ന് വിളിക്കുന്നത്. ഏറ്റവും ദോഷം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അതിൽ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ 15 ദിവസം കൂടുമ്പോൾ വരുമ്പോൾ അത്യധികം ദോഷമാണ്. ആ നേരത്തെ ആത്മസ്വരൂപമായിട്ടുള്ള നമ്മുടെ ആത്മാവിനെ ധ്യാനിക്കണം. അതിനാണ് ശിവനെ ധ്യാനിക്കാൻ പറഞ്ഞത്. ശിവനെ നമ്മൾ ഉപാസിക്കുന്നത് പ്രദോഷ സമയത്ത് ഉപാസിക്കണതിൻ്റെ തത്വം തന്നെ അതാണ്. എന്താല്ലേ കൂട്ടത്തിൽ പ്രദോഷമഹാത്മ്യം പറഞ്ഞു ഗുരുവായൂരപ്പ. അപ്പം അശ്വനിൽ നിന്ന് ദിതി ഗർഭം ധരിച്ചു. അതിനുശേഷം വൈകുണ്ഠധാമത്തിൻ്റെ വർണ്ണന പറയണു. ആ വൈകുണ്ഠധാമത്തിൻ്റെ വർണ്ണനയിൽ അതിൻ്റെ അവസാനത്തിലെ 6 ഗേറ്റ് കഴിഞ്ഞ് 7ാമത്തെ ഗേറ്റ് ഉണ്ട്. 7 ഗേറ്റാണ് വൈകുണ്ഠത്തിന്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവെന്ന് പൂന്താനം എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ 6 ഏതാ?
പറയൂ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ ഏഴാമത്തെ ഈ സഹസ്രാരത്തിന് തൊട്ടും ഇത് വൈകുണ്ഠ. ഇവിടെ ഒരു ഗേറ്റുണ്ട്. ഈ ഗേറ്റ് കടക്കണം. ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന 2 കാവക്കാരാണ് ഈ ജയനും വിജയനും. ശുദ്ധ കൂടസ്ഥ ചൈതന്യമാണ്. അതായത് ആത്മസ്വരൂപികളാണ് സനകാദികളെന്ന് ഞാൻ പറഞ്ഞിട്ട് നാരദൻ സാക്ഷിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് പരമാത്മാവിനെ ദർശിക്കാനായിട്ട് ഈ പോവാണ്. ഓരോ ചക്രം കടന്ന് ഈ ഗേറ്റ് എത്തിയപ്പോൾ പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് ഭഗവാനെ കാണാൻ തുണിയും കോണവും ഇല്ലാണ്ട് വരിക എന്ന് ചോദിച്ചു. ഭേദഭാവം കാണിച്ചു. ഭഗവാന്റെ മുന്നിൽ വസ്ത്രമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. അവർ 5 വയസ്സുള്ള കുട്ടികളാണ്, വിഷയമേ അല്ല. അപ്പോൾ സനകാദികൾ നമ്മൾ വിചാരിക്കണം അവർക്ക് എന്തോ ഈഗോ കുത്തിയിട്ട് അവർ ശപിച്ചു എന്നാണ്. അവർ ഈഗോ കുത്തിയിട്ടല്ല. അവർ ചോദിക്കുക, നിങ്ങൾ ഭഗവാന്റെ വൈകുണ്ഠത്തിൻ്റെ 7ാമത്തെ കവാടത്തിൻ്റെ കാവക്കാരായിട്ട് നിൽക്കണവർക്ക് ഭേദഭാവോ? നിങ്ങളെ ആരവിടെ നിർത്തിയത്? നിങ്ങൾക്ക് ശുദ്ധി പോരാ, ഭൂമിയിൽ പോയിട്ട് ജനിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ അനുഗ്രഹിച്ച് ശപിക്കുക. അതിനെ അനുഗ്രഹമായിട്ടാണ് കൊടുക്കണത്. അപ്പോൾ മഹത്തുക്കൾ വന്നു. ഭഗവാന്റെ പേരമക്കളാണ് ശരിക്കും സനകാദികൾ. ഭഗവാന്റെ മകൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ മക്കളാണ് സനകാദികൾ. പക്ഷേ അവിടെ അവരുടെ സ്ഥാനം കൂടസ്ഥന്മാരാണ്, സന്യാസികളാണ്. ഭഗവാൻ ചെരുപ്പിടാണ്ട് അനന്തൻ ഇറങ്ങി നടന്നു വന്നു അത്രേ മഹാലക്ഷ്മിയുടെ ഒപ്പം മാപ്പ് പറയാൻ സനകാദികളുടെ അടുത്ത്. ആ കുട്ടികൾ തൊഴുത് നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അങ്ങേ കാണാൻ സാധിച്ചത് ഭാഗ്യം, എപ്പോഴും കടന്നിട്ടാണ് കാണുക. അങ്ങ് ഇവിടെ വന്നു അനുഗ്രഹിച്ചു, ഇത് കവിയിട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ജയവിജയന്മാർക്ക് 3 ജന്മം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നുള്ള ശാപമോക്ഷം കൊടുക്കുകയാണ്. ആ സമയത്താണ് ജയനും വിജയനും താഴോട്ട് പതിക്കുമ്പോൾ പറയുകയാണ്, അസുരഭാവത്തിലാണെങ്കിലും അങ്ങേ ഞങ്ങൾ മറക്കാതിരിക്കണേന്ന് പറഞ്ഞിട്ടാണ് വീണ് പോണത്. മറന്നില്ലല്ലോ. 24 മണിക്കൂർ ആലോചിച്ചുകൊണ്ടിരുന്നു. ആലോചിച്ചിട്ട് അവരെ പോലെ ഫാസ്റ്റായിട്ട് ഭഗവാനിലേക്ക് തിരിച്ചു വന്ന ആൾക്കാർ വേറെ കാണില്ല. വളരെ ഫാസ്റ്റാണ്. നമ്മളൊക്കെ എത്രയോ ജന്മം കിടന്ന് കഷ്ടപ്പെടാനാണ് അവർ വെറും 3 ജന്മം കൊണ്ട് സാധിച്ചത്, സിമ്പിളായിട്ട്. അങ്ങനെ അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിട്ട് ജനിച്ചു. അതിൻ്റെ ചരിത്രമൊക്കെ പിന്നീട് വരും. അതിൽ ഹിരണ്യാക്ഷൻ്റെ ചരിത്രം പറഞ്ഞു. ഹിരണ്യാക്ഷൻ തപസ്സൊക്കെ ചെയ്ത് വരബലമൊക്കെ നേടി ദിഗ്വിജയമൊക്കെ നടത്തി ലോകത്തിനെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരുന്നു. ആ നശിപ്പിച്ചുകൊണ്ടിരുന്നതിൻ്റെ അവസാനത്തിൽ ആരെ കണ്ടാലും അവർക്ക് അടി ഉണ്ടാക്കണം. ഇപ്പോൾ ചില ആൾക്കാർ പൂരപ്പറമ്പിലുണ്ട്, ആരെങ്കിലും തല്ലിയാൽ മതി അവർക്ക്. ഉത്സവപ്പറമ്പ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുണ്ട്. ആരെങ്കിലും അടിക്കണം അവർക്ക്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും 2 പൊട്ടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ നടക്കും, നോക്കിയെടുക്കും. എന്താ നോക്കണം? നീ എന്താ എന്നെ നോക്കണം? നീ എന്തായാലും പോവാ, ഒരൊറ്റ അടി, പിന്നെ അവിടെ നിന്ന് അടിക്കണം. അതുപോലെയായിരുന്നു ഹിരണ്യാക്ഷൻ. ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനെയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 5 മിനിറ്റ് ഉണ്ട്, സമയമുണ്ട്. അഹങ്കാരമാണ് ഹിരണ്യകശിപു, മമതയാണ് ഹിരണ്യാക്ഷൻ. ഇത്രയും നേരം സൃഷ്ടിയുടെ ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് ഇനി കളയേണ്ട 2 കാര്യം എന്താ ബ്രഹ്മജിജ്ഞാസുക്കൾ എന്ന് പറയാൻ പോവുകയാണ്. അതിനാണ് മമതയെ ആദ്യം പൊളിച്ചിട്ടേ അഹങ്കാരത്തിനെ പൊളിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആദ്യം അഹങ്കാരത്തിനെ കൊല്ലാൻ പറ്റില്ല. മമതയെ പൊളിക്കണം. അപ്പം മമതയെ പൊളിക്കാനുള്ള പരിപാടിയാണ് ഇനി പറയാൻ പോകുന്നത്. മമത എങ്ങനെ ഇല്ലാണ്ടാക്കുക? അറ്റാച്ച്മെൻറ്റ്. അതാണല്ലോ മമത. അറ്റാച്ച്മെൻറ്റാണ് ഹിരണ്യാക്ഷൻ. അറ്റാച്ച്മെൻറ്റിൻ്റെ സ്വഭാവം എവിടെയും കയറി കൊളുത്തും. ഹിരണ്യാക്ഷൻ അങ്ങനെ എവിടെയും കയറി കൊളുത്തും. സ്വർണ്ണത്തിൽ കണ്ണുള്ളവെന്നാണ് ഹിരണ്യാക്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എല്ലാം സ്വർണ്ണമായി കിട്ടണം എന്ന് ആഗ്രഹിക്കണമെന്ന് ഹിരണ്യകശിപു. ആ വാക്കുകളുടെ അർത്ഥമാണ്. അത്യാഗ്രഹത്തിൻ്റെ മെറ്റീരിയൽ ലൈഫിൻ്റെ ഹൈറ്റാണ് ഇത് 2 ഭൗതിക ജീവിതത്തിൻ്റെ. ആ ഹിരണ്യാക്ഷൻ തനിക്ക് പറ്റിയ ഒരാൾ ആരാന്ന് അന്വേഷിച്ച് നടന്ന് വരുണനെ പോയിട്ട് യുദ്ധം ചെയ്ത് വിളിക്കും. വരുണൻ പറയും, ഞാനൊന്നുമില്ല നിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ, നിൻ്റെ കൈത്തരിപ്പ് തീർക്കാനേ കടലിൻ്റെ അടിയിൽ ഒരാളിരിക്കുന്നുണ്ട്, മൂപ്പരെ പോയിട്ട് യുദ്ധത്തിന് വിളിക്കുകയെന്ന് പറയും. അതാരാ ചോദിക്കും. അപ്പോൾ പറയും നാരായണനാണെന്ന് പറയും. അപ്പോൾ ഏത് രൂപത്തിൽ കണ്ടായിരിക്കും? ഒരു പന്നിയുടെ രൂപത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് കടലിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ പാവം ഭഗവാൻ അവിടെ ഇരിപ്പുണ്ട്. ഭഗവാനെ പോയിട്ട് കുറച്ച് ചീത്തയൊക്കെ പറയും. ഭഗവാൻ ഇങ്ങനെ നോക്കി, ഇത് ആരാ, ഇത് പുതിയൊരു ഐറ്റം. ഇപ്പം വന്ന് ഭയങ്കര ചീത്ത വിളി. അവസാനം യുദ്ധം ചെയ്ത് ഭഗവാൻ പറയും, എന്തിനാ വെറുതെ എൻ്റെ അടുത്ത് ഈ പ്രശ്നത്തിന് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു യുദ്ധം ഒഴിവാക്കാൻ നോക്കും. ഈ അമ്മാവനും മരുമകനും അങ്ങനെയാണ്, മുരുകനും അങ്ങനെയാണ്. ആദ്യം ഉപദേശമാണ്, പിന്നെ കൊല്ലുള്ളൂ. അപ്പോൾ ഉപദേശിച്ചു നോക്കി, രക്ഷയില്ല. എന്നാൽ ശരി യുദ്ധം എന്ന് പറഞ്ഞു. ആ യുദ്ധം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആടിപ്പോയി എന്നാണ്. ഹിരണ്യാക്ഷൻ്റെ പരാക്രമത്തിൽ ഒരു ഘട്ടത്തിൽ ഭഗവാന്റെ ആയുധങ്ങൾ പോലും വീണു. അവസാനം അതിൻ്റെ പാരമ്യതയിൽ ആയുധം ഒന്ന് ജയിച്ച് നിൽക്കുകയാണെന്ന് ഹിരണ്യാക്ഷന് തോന്നിയ സമയത്താണ് സകല ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ പിൻകാലുകൾ കുത്തി നിന്നിട്ട് മുൻകാലുകൾ പൊക്കിയിട്ട് ഒരു പന്നി എങ്ങനെ അടിക്കുക അതുമാതിരി ഹിരണ്യാക്ഷൻ്റെ ചെകിട്ട് നോക്കിയിട്ട് ഒരു പൊട്ടിക്കലങ്ങോട്ട് പൊട്ടിച്ചു. മമതയെ കളയാൻ ഇത്രയേ വേണ്ടൂ. ഭഗവാന്റെ നിന്ന് ചെകിടത്ത് ഒരു അടി കിട്ടിയാൽ മതി. ഒറ്റടി. ആ ഒരൊറ്റ അടിയിൽ വരാഹം ഹിരണ്യാക്ഷനെ വധിച്ചു. ദേവന്മാരുടെ പുഷ്പവൃഷ്ടി. അതിനുശേഷം ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്യണം. ആ ദേവനെയാണ് നമ്മൾ യജ്ഞവരാഹമൂർത്തി എന്ന് പറയുന്നത്. ആ ഭഗവാനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക.
അഹങ്കാരത്തിനെ വധിക്കാൻ ഈ എഫർട്ട് പോരാ. അത് നരസിംഹാവതാരം വരുമ്പോൾ അത് പറയാം. ഇന്നത്തെ പ്രഭാഷണത്തിനെ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ശാസ്താവിൻ്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പാ ശരണം.